ഈ ഒരു പ്രോഗ്രാം എല്ലാവർക്കും വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, നിങ്ങൾ കാലിക്കറ്റ് ഈ പോസ്റ്റർ കാണുന്ന കാലിക്കറ്റ് 14th വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് നിർബന്ധമായിട്ട് നിർബന്ധമല്ല, നല്ലതെന്ന് പറയുള്ളൂ, ഞാൻ നിർബന്ധം എന്ന് പറയില്ല. അതേ സമയത്ത് ഈ പ്രോഗ്രാമിന് വരുന്ന വ്യക്തികളുണ്ടല്ലോ, അവർക്കിത് മാൻഡേറ്ററി ആണ്, അവർക്ക് കമ്പൽസറി ആയിട്ട് ഈ പ്രോഗ്രാം ചെയ്യണം. ഇപ്പം നമ്മൾ എടുക്കാൻ പോണേ 1.25 മണിക്കൂറേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, വരുന്നേക്കാൾ മുമ്പ് കോഴിക്കോട് ഫംഗ്ഷന് വരുന്നവർ ഈ ഒരു വീഡിയോ ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും കാണണം. എല്ലാവരും ടൈപ്പ് ചെയ്യുക, 3 ടൈപ്പ് ചെയ്യുക. വരുന്നവർ കേട്ടോ, മറ്റുള്ളവർ 3 കണ്ടാൽ ഒരു കുഴപ്പമില്ല, പക്ഷേ വരുന്നവർ നിർബന്ധമായിട്ട് 3 പ്രാവശ്യം കാണണം. കാരണം ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് ഓരോ പ്രാവശ്യം ഈ ഒരു ഇതിൽ കൂടെ പോകുമ്പോൾ, ഈ വീഡിയോ കൂടെ പോകുമ്പോൾ, ഞങ്ങളിപ്പം ഇത് സെഷൻ സ്റ്റാർട്ട് ചെയ്തില്ല, ഞാൻ പറയാം എന്താണെന്നുള്ളത്. ഈ 3 പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അതിൻ്റെ ഓരോരോ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സെയിം വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണുണ്ടാവും, പക്ഷേ നിങ്ങൾ പെർസ്പെക്റ്റീവ്സ് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം സമയം എത്രയായി? സോ ദ ടൈം ഇസ് നൗ, ഷുഡ് വി ഗോ? ഓക്കെ, 5 minutes. Now let's start. Right. So ladies and gentlemen, leaders, coaches, influencers and impactors, warmly welcome to today's program. And ഇതിൻ്റെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് ദ ലോ ഓഫ് ദ കപ്പ് എന്നാണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ വേറൊരു ക്യാമറയിൽ എന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതിൻ്റെ റെക്കോർഡിങ് കാണുമ്പോൾ എന്നെ തീർച്ചയായിട്ടും കാണാൻ പറ്റും. സോ ഫസ്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റോക്ക് എന്നുള്ള ROCK. സോ ഐ വോണ്ട് എവ്രി വൺ ടു ഗോ ആൻഡ് ടൈപ്പ് റോക്ക്. ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പം ടൈപ്പ് ചെയ്യുക. വൈ? ബിക്കോസ് വി ആർ വർക്കിംഗ് ഇൻ 3 different angles: your visual, your auditory and your kinesthetic. അപ്പം നിങ്ങളോട് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്, അല്ലാതെ വെറുതെ നിങ്ങളോട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. കാരണം നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, വിഷ്വലാണ് അവിടെ, നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ കേൾക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഓഡിറ്ററി ആൻഡ് കെനസ്തെറ്റിക്. VAK എന്നാണ് അത് പറയുക. എല്ലാവരും VAK എന്ന് ടൈപ്പ് ചെയ്യുക. VAK ഈസ് ഹൗ പീപ്പിൾ ലേൺ. നമ്മളൊക്കെ അഡൾട്ട്സ് ആണ്, കുട്ടികളല്ല നമ്മൾ. അപ്പം നമ്മൾ ലേൺ ചെയ്യുന്ന വ്യത്യസ്ത രീതിയിലായിരിക്കും. ചിലർക്ക് ഒരു പിക്ചർ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ലേൺ ചെയ്യുക, ചിലർക്ക് പാട്ട് കേട്ടാൽ മതി അത് ലേൺ ചെയ്യും, ചിലർക്ക് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഈ 3 കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ട്രെയിനിങ്സ് നമ്മൾ എടുക്കില്ല. അതിന് കാരണം ഞാൻ എൻ്റെ മുഖം തന്നെ കാണിക്കാത്ത വൈ, നിങ്ങൾ എല്ലാം ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് സ്ക്രീനിലാണ്. ഞാൻ പറഞ്ഞത് മാത്രം കേട്ടാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ ഒന്നും എടുക്കാൻ നിൽക്കേണ്ട. ഞാൻ പറയേണ്ടത് ഇത് നിങ്ങൾക്ക് തരികയാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇന്ന് കംപ്ലീറ്റ് ഹൈലി യു ഹാവ് ടു ബി മൈൻഡ്ഫുൾ എന്നാണ് പറയുക. ഐ വോണ്ട് എവറി വൺ ടു റൈറ്റ് MF. മൈൻഡ്ഫുൾ ആയിരിക്കണം. മൈൻഡ്ഫുൾ എന്ന് വെച്ചാൽ മറ്റേ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കുക. ഈ കാണുന്ന വീഡിയോ അല്ലെങ്കിൽ കാണുന്ന പ്രസൻറ്റേഷൻ, you have to just look at the screen and listen to me. ബാക്കി എല്ലാം മാറ്റി വെക്കുക. you have to be 100% mindful. അതിന് ഫോക്കസ് എന്നൊക്കെ വേണം പറയാം. സോ വാട്ട് ഈസ് ദിസ് റോക്ക് എന്നുള്ള ഒരു സിസ്റ്റമാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിസ്റ്റം. നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവും, സ്മാർട്ട് ഗോൾ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്മാർട്ട് ഗോളിലൊക്കെ എത്തുന്നേക്കാൾ മുമ്പ് ആവശ്യമുള്ള സാധനമാണിത്. നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എത്ര പേര് ഗോൾ സെറ്റിംഗ് കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്ത് എന്ന് ടൈപ്പ് ചെയ്യുക. ദോസ് ഹു ഹാവ് ഡൺ ഗോൾ സെറ്റിംഗ്, ഹു ഹാവ് ഡൺ ഗോൾ സെറ്റിംഗ് or have practiced that and stopped somewhere in the middle, you just type in the chat box, please. Thank you very much. ഇവിടെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ഒന്നല്ല പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം ഒരു ഇൻസ്ട്രക്ടറോ ഒരു ട്രെയിനറോ പഠിപ്പിക്കാത്ത കാര്യം നമ്മളിവിടെ പഠിപ്പിക്കാൻ പോകണം. അത് വലുതാക്കിയിട്ട് പറയല്ല, അവരെ ചെറുതാക്കിയിട്ടും അല്ല പറഞ്ഞു. കാരണം അതിന് യാതൊരു തരത്തിലുള്ള അവകാശം എൻ്റെ അടുത്തില്ല. ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ എവിടെയെന്ന് നമുക്ക് അറിയണ്ടേ? യെസ് ഓർ നോ? നമ്മളെവിടെയെന്ന് അറിഞ്ഞു കഴിഞ്ഞാലല്ലേ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാവരും ഗോൾ സെറ്റ് ചെയ്യാൻ പോവും, എന്നിട്ട് കുറച്ചായി കഴിഞ്ഞാൽ നിർത്താനുള്ള മെയിൻ കാരണം നമ്മളെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെന്നുള്ള അറിയില്ല. നമ്മൾ എവിടെയാണ് മെൻ്റലി, ഫിസിക്കലി, സ്പിരിച്വലി, ഇമോഷണലി നമ്മൾ എവിടെയെന്നുള്ള നമ്മൾ അറിഞ്ഞിട്ട് വേണം ഗോൾ സെറ്റ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയാനുള്ള താജ്മഹലിൻ്റെ എക്സാമ്പിൾ നോക്കിയിട്ടാണ് ഞാൻ പറയാറ്. അത് പോട്ടെ, നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ ഒരു കേരളം എന്ന് വിചാരിക്കുക, കേരളത്തിലേക്ക് ഒരു ആൾ വരികയെന്ന് വിചാരിക്കുക. അപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ ആ വ്യക്തി ഈസ്റ്റിലേക്കാണ് ട്രാവൽ ചെയ്യേണ്ടത്. അതേ സമയത്ത് കേരളത്തിലേക്ക് ഒരു വ്യക്തി ലെറ്റ്സ് സേ വരുന്നത് ശ്രീലങ്കയിൽ നിന്നാണ് വരുന്നത് വെച്ചാൽ ആ വ്യക്തി മേലോട്ടാണ്, നോർത്തിലേക്ക് ട്രാവൽ ചെയ്യേണ്ടത്. അതേ സമയത്ത് ചൈനയിൽ നിന്ന് ഒരു വ്യക്തിയാണ്, ഒരു യാത്രക്കാരൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ താഴോട്ടൊക്കെയാണ് വരുന്നത്, അതായത് സൗത്തിലേക്കാണ് വരേണ്ടത്. സിംഗപ്പൂരിൽ നിന്ന് ഒരു വ്യക്തി കേരളത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വെസ്റ്റിലേക്കാണ് യാത്ര ചെയ്യേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് വെച്ചാൽ, നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്, കേരളം തന്നെ, അല്ലാതെ ഗോള് കേരളം തന്നെ, പക്ഷെ അവർ വരുന്ന ദിക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലായ കാരണം അവരെ ഡിറക്ഷന് വ്യത്യാസമുണ്ട്, അവരെ റൗട്ടും വ്യത്യാസമുണ്ട്. എത്ര പേര് അത് അംഗീകരിക്കുന്നുണ്ട്? യെസ് ഓർ നോ?
എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? അപ്പം നമ്മൾ ഗോളൊക്കെ സെറ്റായിരിക്കും, പക്ഷെ നമ്മളെ എവിടെയാണ് അതിനനുസരിച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ്സ് സേ ഈ കേരളത്തിലേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് പറയുന്നത്, ഇത്രാം തീയതി ഇത്ര മണിക്ക് വരണം എന്ന് പറഞ്ഞാൽ ഒരാൾ ചിലപ്പം ചിലപ്പം കാർ എടുത്തിട്ടായിരിക്കും വരല്, മറ്റാൾ ഫ്ലൈറ്റ് എടുത്തിട്ടായിരിക്കും വരല്, മറ്റൊരാൾ ചിലപ്പം ട്രെയിനിലായിരിക്കും വരിക. വ്യത്യസ്ത മാർഗ്ഗങ്ങൾ കൂടെ നമുക്ക് കേരളത്തിൽ എത്താൻ പറ്റും. സ്പീഡും വ്യത്യാസം ഉണ്ടാവും, ശരിയല്ലേ? എത്ര പേര് അംഗീകരിക്കും? സ്പീഡ് വ്യത്യാസം, നിങ്ങൾ ഏത് വാഹനമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് സ്പീഡും മാറിയിട്ടുണ്ടാവും. ആ സ്പീഡ് അനുസരിച്ച് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തും. അതേപോലെ തന്നെ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യും. ചിലർ ഗോൾ അച്ചീവ് ചെയ്യും, ചിലർ ഗോൾ അച്ചീവ് ചെയ്യില്ല, ചിലർ സ്റ്റാർട്ട് പോലും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, അവർ എവിടെ നിന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതിനുള്ള ഒരു ഫ്രെയിം വർക്കാണ് ROCK. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. വാട്ട് ഈസ് ആർ? ആർ മീൻസ് റിയലൈസ്. നിങ്ങൾ അംഗീകരിക്കുക, നിങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, നിങ്ങളെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങളെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കുക, നിങ്ങൾ എന്തിലാണ് ഗുഡ് എന്നുള്ളത്, നിങ്ങളെ പർപ്പസ് മനസ്സിലാക്കുക, നിങ്ങളെ പാഷൻ മനസ്സിലാക്കുക, അങ്ങനത്തെ എല്ലാം മനസ്സിലാക്കണേനാണ് നമ്മൾ റിയലൈസ് എന്ന് പറയുക. എല്ലാവരും ആർന്ന് മാത്രം ടൈപ്പ് ഇത് എഴുതേണ്ട ആവശ്യമില്ല. വേറെ ഒന്നും നോട്ട്ബുക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. അത് നിങ്ങൾ വീണ്ടും ഇത് യൂട്യൂബിൽ പോയിട്ട് 10-100 പ്രാവശ്യം കണ്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വെറും ചാറ്റിലും ഞാൻ പറഞ്ഞത് മാത്രമാണ്. നിങ്ങൾ നോട്ട് എഴുതാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. റിയലൈസ്, അത് നമ്മൾ റിയലൈസ് ചെയ്യണം. ഓ, ഇതാണ് എൻ്റെ സ്ട്രെങ്ത്, അല്ല ഇതാണ് എൻ്റെ വീക്ക്നെസ്, ഇതാണ് എൻ്റെ കപ്പാസിറ്റി, ഇതാണ് എൻ്റെ എബിലിറ്റി, ഇതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്നുള്ള മനസ്സിലാക്കുക. റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷം അതിനെ ഓൺ ചെയ്യുക, അല്ലെ ഓണർഷിപ്പ് ഏറ്റെടുക്കുക. ചിലർ ഓണർഷിപ്പ് ഏറ്റെടുക്കില്ല. ഇപ്പം നമ്മൾ പറയുന്ന ഒരു വ്യക്തിന് നീ ഇതും നന്നാക്കി കഴിഞ്ഞാൽ നന്നാവും, നിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിൻ്റെ കമ്മ്യൂണിക്കേഷൻ നന്നാക്കി കഴിഞ്ഞാൽ, അപ്പോൾ അറിയാം, ആ വ്യക്തിക്ക് അറിയാം കമ്മ്യൂണിക്കേഷൻ ശരിയല്ല എന്നുള്ളത്. എന്നിരുന്നാൽ പോലും ആ വ്യക്തി അത് അംഗീകരിക്കാൻ തയ്യാറില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരെങ്കിലും നല്ലൊരു ഫീഡ്ബാക്ക് തരാണെങ്കിൽ, അത് നല്ലൊരു കോച്ചാവാം, നല്ല ടീച്ചറാവാം, നിങ്ങളെ സുഹൃത്താവാം, നിങ്ങളെ പാരൻസ് ആവാം, നിങ്ങൾ ആരും നല്ല ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നല്ലൊരു ഫീഡ്ബാക്ക് തരാണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ നിങ്ങൾ പഠിക്കണം. എത്ര പേര് റെഡിയാണ് അതിന് അംഗീകരിക്കുക? എനിക്ക് കുറേ കുറവുകളുണ്ട് കേട്ടോ, ഞാൻ എല്ലാത്തിലും നല്ലതായിട്ടുള്ള ഒരാളല്ല, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്. ആ കുറവുകളിലൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അംഗീകരിക്കണം, നമ്മളെ വീക്ക്നെസ് നമ്മൾ അംഗീകരിക്കണം, നമ്മളെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് അംഗീകരിക്കണം. ഇത് രണ്ടും വന്നതിന് ശേഷം ആണ് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകാം. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ കമ്മിറ്റാണ്. അതായത് 100% കമ്മിറ്റ്മെൻ്റ് ആണ്. ഐ വോണ്ട് എവ്രി വൺ ടു ടൈപ്പ് C. കമ്മിറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യും എന്തായാലും 100% ചെയ്യുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മളോട് പറയുന്ന സത്യപ്രതിജ്ഞ, അതേ ഞാൻ പറയുള്ളൂ, അല്ല മറ്റുള്ള ഒരാളോടല്ല. ഇതാരും കേൾക്കണില്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ടായിരിക്കും പറയേണ്ടാവും. ഇത് ഞാൻ ചെയ്തേ മതിയാവും, ചെയ്യണം, രാത്രിയായാലും പകലായാലും ഞാൻ ചെയ്തേ മതിയാവും. എനിക്കൊരു ചാമ്പ്യൻ ആവണം, അല്ലെങ്കിൽ എനിക്കൊരു ലീഡർ ആവണം, എനിക്ക് നമ്പർ 1 ആവണം, എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടണം. അത് നിങ്ങൾ പറഞ്ഞ് സ്വന്തത്തിനോട് പറഞ്ഞാണ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയാം. ഇത് 3 നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്. ഈ റോക്ക് എന്ന് പറഞ്ഞ് റിയലൈസ് എന്ന് പറഞ്ഞതും, അല്ലെങ്കിൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞതും, ഈ കമ്മിറ്റ്മെൻറ്റ് നടക്കുന്നത് നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ മനസ്സിലാണ്. മനസ്സിലായോ? പക്ഷേ ഈ K നടക്കുന്നത് പുറത്താണ്. K നടക്കുന്നത് അവിടെയാണ് ആക്ഷൻ വരില്ല. അതിനാണ് കിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. ആക്ഷൻ. ആ കിക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് നോക്കാം, അതല്ല. 1 മാസം 2 മാസം, ഒരാഴ്ച, അതല്ല. കിക്ക് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഇപ്പം, ഇന്ന്, ഈ നിമിഷം ഞാൻ റെഡിയാണെന്നുള്ളത്. ഇവിടെ ഇത് നടന്നിട്ടില്ലെങ്കിൽ, അതായത് K നടന്നിട്ടില്ലെങ്കിൽ, ഈ ROCK യാതൊരു തരത്തിലുള്ള പവറും ഇല്ല. നിങ്ങളെ ഗോളും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോലുള്ള. ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തല്ല ചെയ്യണത്, ഇവിടെ സത്യം പറയാൻ. കാരണം ഇതിൽ കൂടെ ഒരുപാട് പ്രാവശ്യം, ഒരുപാട് വർഷങ്ങളായി ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇത് പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം മനസ്സിലാക്കേണ്ടത്, K ഇല്ലെങ്കിൽ, അതായത് കിക്ക് സ്റ്റാർട്ട് ഇല്ലെങ്കിൽ, എപ്പോഴാണ് നിങ്ങൾക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? അപ്പോഴേ നിങ്ങൾ ആക്ഷനിലേക്ക് വരുള്ളൂ. സോ ഐ വോണ്ട് എവ്രി വൺ ടു റൈറ്റ് ആക്ഷൻ. ആക്ഷൻ ഇല്ലാതെ നോളജ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. Knowledge becomes a dump if you don't take action, and when you have to take action, make sure that you take it on the spot. That's why we use the K or kickstart. So the whole ROCK stands for, you have to realize what is your potential, your strength, your weakness, and so forth. You have to understand, and you have to take the ownership. That's number 2. The third one is you have to be committed, 100% committed, and you have to be ready to take action. That is ROCK. Good, excellent. ഇന്നിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് നമ്മൾ the law of the cup എന്നുള്ളതാണ്. So I want everyone to write LOC, law of the cup. LOA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും. ഈ ഒരു നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പലരും എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരുണ്ട്, വീണ്ടും വരുന്നവരുണ്ട്. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. എത്രത്തോളം നിങ്ങൾ വരുന്നത്, ഇത് ഫ്രീ ആണ്. യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫ്രീ ആൻഡ് യു ജസ്റ്റ് ലേൺ ഇറ്റ്. ഇത് എത്രത്തോളം നിങ്ങൾ ചെയ്യണം അത്രത്തോളം നിങ്ങൾക്ക് നല്ലതാണ്. ഈ ലോ ഓഫ് ദ കപ്പ് നിങ്ങൾക്ക് വേൾഡിൽ എവിടെ പോയാലും കാണില്ല. 100% ഗ്യാരണ്ടി. ആരെങ്കിലും അത് പദം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ലോ ഓഫ് ദ കപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് നിന്ന് എടുത്തതായിരിക്കും. ഇത് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, ആർക്കെങ്കിലും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് ദ ലൈസൻസ് ടു ടീച്ച് ദിസ്. സോ ഇത് എന്താണ് ഈ പ്രോഗ്രാം? ഈ പ്രോഗ്രാം ഇത് 1 ഇയറിൻ്റെ ഒരു പ്രോഗ്രാമിനുണ്ട്. അതിന് ലീപ്പ് എന്ന് പറയാം. ഐ വോണ്ട് എവ്രി വൺ ടു റൈറ്റ് LEAP. ഐ വോണ്ട് എവ്രി വൺ ടു റൈറ്റ് LEAP. ലീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള 1 വർഷത്തെ ലീഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിന് ലീഡർഷിപ്പ് എംപവർമെൻറ്റ് ആക്സിലറേറ്റർ പ്രോഗ്രാം എന്ന് പറയും. ആ ഒരു പ്രോഗ്രാം 52 ആഴ്ചൻ്റെ പ്രോഗ്രാം. ആ 52 ആഴ്ചൻ്റെ പ്രോഗ്രാമിലെ ആദ്യത്തെ ആഴ്ചയിൽ ഞങ്ങൾ പഠിപ്പിച്ച് കൊടുക്കുന്ന ആ സബ്ജക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഗോട്ട് ഇൻ ടൈപ്പ് GI എന്ന് ടൈപ്പ്. 52 ആഴ്ചൻ്റെ പ്രോഗ്രാമിൽ ആദ്യത്തെ ആഴ്ച എടുക്കാൻ പോകുന്ന ഈ ഒരു സെഷനാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ ഹബ് എന്നുള്ള ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹ്യൂമൻ ഹബിനെ കുറിച്ച് അറിയാം. ആർക്കൊക്കെ അറിയാമെന്നുള്ള ആയിന്ന് ടൈപ്പ് ചെയ്യുക. ഹ്യൂമൻ ഹബ് ഫ്രീ ആയിട്ട് ഞാനും ലീഡർ റിയാസ് ഹക്കീമും കൂടെ ചേർന്നിട്ട് ഫ്രീ ആയിട്ടാണ് ഇത് തരുന്നത്. സോ അതിൻ്റെതായ റെസ്പെക്റ്റ് കൊടുക്കുക. കാരണം ഇത് പെയ്ഡ് വേർഷൻ ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ തരാൻ പോകുന്നത്. സോ I just request you to show some sort of respect and dignity when you are learning this one. So let's go further. 4 കപ്പാണുള്ളത്. എത്ര കപ്പാണുള്ളത്? I want you to type. There are 4 cups. Okay, I want everyone to type 4. The number 4, please. 4 കപ്പാണുള്ളത്. ആ 4 കപ്പാണ് ഈ 1.25 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ 4 കപ്പിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ കപ്പിന് നമ്മൾ B എന്നാണ് പറയുക. സോ I want you to write B1 എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരും B1, ക്യാപിറ്റൽ B1. അതാണ് ഫസ്റ്റിലെ കപ്പ്, B1. എല്ലാവരും ടൈപ്പ് ചെയ്തുകൊണ്ട് പോയാൽ ഐ വോണ്ട് യു ടു ഇത് ശരിക്കും നിങ്ങൾ ടൈപ്പും നിങ്ങളെ മനസ്സിൽ ഇത് ശരിക്ക് ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് വരണം. ഇറ്റ് ഹാസ് ടു ബി, യു ഹാവ് ടു നോ ആൻഡ് റിമെമ്പർ ദിസ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണെന്നുള്ളത്. ദ സെക്കൻഡ് കപ്പ് ഈസ് കോൾഡ് ദ S1 cup. The second cup is called the S1 cup. So I want everyone to type S1, please. The S1 cup. Very good, beautiful, excellent leaders here. The third cup is called the S2 cup. S2. I want everyone to type S2. S2 cup. And the last cup is called the BS cup. BS. അതിൽ B ഉണ്ട്, S ഉണ്ട്. So we got the B1, S1, S2 and BS cup. So I want everyone to type. Keep on typing. I want everyone to type B1, S1, S2 and BS. Beautiful. Excellent. I can see a lot of response coming in. So ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 40 ക്വസ്റ്റ്യനിൽ കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഈ 40 ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത്തിരി സ്പീഡിലായിരിക്കും ഞാൻ വായിക്കുക. നിങ്ങൾ തോന്നുന്നത് എന്താ ഇയാൾ ഇങ്ങനെ സ്പീഡിൽ വായിക്കണം എന്നുള്ളത്. ഞാൻ സ്പീഡിൽ വായിക്കാനുള്ള കാരണം നിങ്ങൾക്ക് അതിൻ്റെ മേലെ കൂടുതൽ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ചിന്തിച്ചിട്ട് ആൻസർ തരരുത്. നിങ്ങൾ ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക, കേൾക്കുക, ഞാൻ പറഞ്ഞ് കേൾക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും എടുക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ റെക്കോർഡിങ് തരാമെന്നുള്ളത്. ഈ ഒരു 40 ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടും ബുക്കും പേപ്പറും പെന്നും ഒക്കെ വേണ്ടി വരും. ചാറ്റിലല്ല ചെയ്യുക, നിങ്ങൾ ശരിക്കും കൃത്യമായി ചെയ്യണം. ഇതിന് SAQ എന്നാണ് പറയുക. SAQക്ക് 2 മീനിങ് ഉണ്ട്. ആദ്യത്തെ മീനിങ് നിങ്ങൾ എല്ലാവരും SAQ എന്ന് ടൈപ്പ് ചെയ്യുക. SAQന് 2 മീനിങ് ഉണ്ട്. സക്സസ് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുക. ആദ്യത്തെ മീനിങ് എന്ന് വെച്ചാൽ സക്സസ് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് എന്നാണ് ആദ്യത്തെ മീനിങ്. SAQ എല്ലാവരും ടൈപ്പ് ചെയ്യുക. സെക്കൻഡ് മീനിങ് എന്നുള്ളത് സെൽഫ് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. രണ്ടും കറക്റ്റാണ്. സക്സസ് നിങ്ങളുടെ വിജയത്തിന്, കാരണം ഓരോരുത്തർക്കും വിജയം വ്യത്യാസമുണ്ട്. എൻ്റെ വിജയം നിങ്ങളുടെ വിജയത്തിൻ്റെ ഡെഫിനിഷൻ വ്യത്യാസമുണ്ട്. എല്ലാവരും പണത്തിൻ്റെ മേലെ ഡെഫിനിഷനാണ് വിജയം എന്ന് പറഞ്ഞാൽ അത് വളരെ തെറ്റാണ്, റോങ് എന്ന്. എല്ലാവരും W എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ പറയും നമ്മൾ കോടീശ്വരനായാൽ, നമ്മളിവിടെ കോടീശ്വരനാവുന്ന കാര്യം പറയലേ ഇല്ല. നമ്മളെ ക്ലാസ്സിൽ ഞാനോ റിയാസ് ഹക്കീം, ലീഡർ റിയാസ് ഹക്കീമോ ഒരിക്കലും ഇതിൻ്റെ കോടീശ്വരനാവും, നിങ്ങൾ പണക്കാരനാവും, നിങ്ങൾ വിജയിക്കുന്ന ആ പദങ്ങളെ പറയില്ല. നിങ്ങൾ മാറണം. നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറും, നിങ്ങളുടെ കുടുംബം മാറും, നിങ്ങളുടെ എൻവയൺമെൻറ്റ് മാറും, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ മാറും, നിങ്ങളുടെ സ്കിൽസ് മാറും, നിങ്ങളുടെ ലീഡർഷിപ്പ് മാറും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന എൻവയൺമെൻറ്റ് എല്ലാം മാറും. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. അപ്പോൾ നിങ്ങളാണ് റെസ്പോൺസിബിൾ. യു ആർ റെസ്പോൺസിബിൾ. യു ഹാവ് ടു നോ ദാറ്റ്. സോ I എന്ന് ടൈപ്പ് ആയി. I am responsible എന്ന് റെപ്രസെൻറ്റേറ്റ് ടൈപ്പ് I, because you are 100%
100% റെസ്പോൺസ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെവിടെ സ്റ്റേ ചെയ്യണം അത് മാറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ബ്രൂസ്ലി ഒരു കാര്യം പറഞ്ഞു, don't wait for the circumstances to change, you have to change the circumstance. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ സർക്കംസ്റ്റാൻസ് മാറട്ടെ, അത് കഴിഞ്ഞ് ഞാൻ മാറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാറാൻ പോകില്ല. നിങ്ങളാണ് സർക്കംസ്റ്റാൻസസ് മാറ്റേണ്ടത്. നിങ്ങൾ സർക്കംസ്റ്റാൻസ് മേ ബി എഡ്യൂക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് മറ്റേ കൺട്രി ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ ജോബ്, അല്ലെങ്കിൽ പുതിയ ബിസിനസ്, വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങളാണ് സർക്കംസ്റ്റാൻസ് ചേഞ്ച് ചെയ്യൽ. നിങ്ങൾ സർക്കംസ്റ്റാൻസ് ചേഞ്ച് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ യു വിൽ കീപ് ഓൺ കംപ്ലെയിൻ. യു കംപ്ലെയിൻ your parents, you complain your colleagues, you complain your siblings, you complain the teacher, the traffic and the weather. You keep on complaining for everything. Why? Because you are not taking in charge, you are not taking the responsibility. So if you want to become a leader, if you want to be successful in life, we talk about leadership, we talk about you have to take the responsibility, and once you take the responsibility, you can change the circumstance. You should not be waiting for the circumstances to change, but you should be the first person to change. How many of you got it? Say GI. Got it. GI. If you got it, then type GI if you got it. Whatever I'm saying. Good. Excellent. Thank you very much. Good. Right. So let's move further. So 40 questions. ഇപ്പോൾ നിങ്ങൾക്കൊരു പേപ്പർ വേണം. ഒരു പേപ്പർ എടുക്കുക, എവിടെ നിങ്ങൾ പെട്ടെന്ന് പേപ്പർ എടുക്കുക, 30 സെക്കൻഡ്സ് ഞാൻ തരുന്നുണ്ട്. പേപ്പർ എടുക്കുക, പെൻ എടുക്കുക, ഇതേപോലെ ഗ്രിഡ് ഡ്രോ ചെയ്യുക. നിങ്ങൾ ഒരു 5 കോളം ഡ്രോ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ 11 റോസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, 11 റോസും 5 കോളം. എത്രയും പെട്ടെന്ന് പോവുക. 30 സെക്കൻഡ് നിങ്ങൾ കിട്ടിയാൽ പേപ്പറും പെന്നും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭംഗിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വീണ്ടും ഭംഗീകരിക്കാം ലേറ്റർ ഓൺ. ബട്ട് നൗ വാട്ട് വി വാണ്ട് ഇസ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് യുവർ പെൻ ആൻഡ് ഡ്രോ ദിസ് ഗ്രിഡ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഡി എന്ന് ടൈപ്പ് ചെയ്യുക. ഡൺ എന്നുള്ള ഡി എന്ന് ടൈപ്പ് ചെയ്യാം. ഇഫ് യു ആർ ഡൺ ദെൻ ജസ്റ്റ് ടൈപ്പ് ഡി. വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. ഐ കൻ സീ ലോട്ട് ഓഫ് ഡി കമ്മിങ് ഇൻ. താങ്ക്സ് എ ലോട്ട്. എനിക്ക് പേര് വായിക്കാൻ പറ്റില്ല, കാരണം അത്രയും സ്പീഡിൽ നെയിംസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമോ അവിടെ? ലെറ്റ് മീ സീ ഹൗ മെനി പാർട്ടിസിപ്പൻസ് ആർ ദേർ റൈറ്റ് നൗ. So let me see. Okay, we got 378 participants right now. Thank you very much for all the leaders for joining in. So if you're ready, are you ready, all of you? നമ്മൾ ഈ 40 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. So I want you to be ready. If you're ready, just type R. If you're ready, then type R. If you're ready, then please type R. I'm going to take you. ഈ ഒരു 40 ചോദ്യങ്ങൾ കൂടെയാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. ഈ ചോദ്യം വീണ്ടും നിങ്ങൾ ആവർത്തിക്കുക. കാലിക്കറ്റ് വരാൻ പോകുന്ന വ്യക്തികൾ, അവിടെ വരാൻ പോകുന്ന ലീഡേഴ്സ് നിർബന്ധമായിട്ടും ഇത് ഒരു 3 പ്രാവശ്യം ചെയ്തിരിക്കണം. മറ്റുള്ളവർ 3 പ്രാവശ്യം ചെയ്യുക, വളരെ നല്ലതാണ്. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, മനസ്സിലാവുന്ന മക്കളാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക. നിങ്ങളുടെ സിസ്റ്റേഴ്സ്, സിബ്ലിങ്, നിങ്ങൾ പാരൻസിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുക. നമ്മൾ പ്രോഗ്രാമിൽ പാരൻസും ഹസ്ബൻഡ്, വൈഫ്, കിഡ്സ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ബി ആണ്, B1. സോ എല്ലാവരും ടൈപ്പ് ചെയ്യുക, B1 എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരും നമ്മൾ B1 ആണ് ഇപ്പോൾ ആദ്യം വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. 10 ചോദ്യങ്ങളാണ് ഉള്ളത്. ഞാൻ ചോദ്യം ഇത്തിരി സ്പീഡിലായിരിക്കും വായിക്കുക. ഞാൻ ഇംഗ്ലീഷിലും വായിക്കും, പിന്നെ അത് മലയാളത്തിൽ ഞാൻ തർജ്ജമ ചെയ്ത് തരാം. ഓക്കെ, നോ ഇഷ്യൂസ് അറ്റ് ഓൾ. എന്താ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, എന്തൊക്കെയാണ് ഞാൻ വായിക്കണം അത് നിങ്ങൾ ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നത്, ഞാൻ ഈ പറഞ്ഞത് ശരിയാണ്, ഞാനാണ് ഇതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടിക്ക് മാർക്ക് ചെയ്യുക. നിങ്ങളെല്ലാം തോന്നിക്കഴിഞ്ഞാൽ ഒരു ക്രോസ് മാർക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഞാൻ 5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 വർഷം 2 മാസം കഴിഞ്ഞാൽ ഞാൻ ഇതായിരിക്കും എന്നല്ല പറയേണ്ടത്. ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഓർക്കാൻ. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയെന്നുള്ളതാണ് കറൻറ്റ് പൊസിഷൻ, മെൻറ്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ, ഇമോഷണൽ, റിലേഷൻഷിപ്പ് വൈസ്, അതാണ് ഇപ്പം ചെയ്യണം. നമ്മൾ ഗോളെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ. Are you ready, all of you? Type R if you're ready. Already ആണെങ്കിൽ I'm going to take you through the question. We are going to go through 40 questions. Somebody said not clear. Where are you right now? Okay, your present condition based ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. Not that in the future I'll become so and so. Okay, right? Got it? Number 1, the first question, you often think about your past stress. അതായത് നിങ്ങൾ കഴിഞ്ഞു പോയ ഒരുപാട് സ്ട്രെസ്സിൻ്റെ പറ്റി നിങ്ങൾ എപ്പോഴും, ഓഫൻ എന്നാണ് അവിടെ പറഞ്ഞത്, കീവേഡ് ഇസ് ഓഫൻ. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞു പോയ സംഭവങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചാറ്റിൽ വന്നിട്ട് നിങ്ങൾ നമ്പർ 1 ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഒന്ന് എഴുതണം. നിങ്ങൾ നോ എസ് എന്ന് ഇവിടെ അല്ല എഴുതേണ്ടത്. നിങ്ങൾ ചാറ്റിൽ നമ്പർ 1 മാത്രം ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. പേപ്പറിൽ പോയിട്ട് നിങ്ങൾ ടിക്ക് മാർക്ക് അല്ലെങ്കിൽ ക്രോസ് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്പർ 1, അതായത് നിങ്ങൾ ചെയ്തിരിക്കണം, പെട്ടെന്നായിരിക്കണം ചെയ്യേണ്ടത്. എത്ര സ്പീഡിലാണ് നിങ്ങൾക്ക് ചെയ്യണം അത്രയ്ക്കും നല്ലതാണ്. അതാണ് ഞാൻ സ്പീഡിൽ വായിക്കണത്. ഓക്കെ, now
let's move on to question number 2. You know when to ask for help. കുറേ ആൾക്കാരുണ്ട്, അവർക്ക് എപ്പോഴാണ് ഹെൽപ്പ് ചോദിക്കാന്നുള്ള അറിയില്ല. നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കറിയാം എപ്പോഴാണ് ഹെൽപ്പ് ചോദിക്കുന്നുള്ള കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഒരു ബുദ്ധിമുട്ടിലാണ്. അത് ചിലപ്പോൾ ടെക്നിക്കൽ ആയിരിക്കാം, ഫിസിക്കൽ ആയിരിക്കാം, പേഴ്സണൽ ആയിരിക്കാം, പ്രൊഫഷണൽ ആയിരിക്കാം, കമ്പനിയിലായിരിക്കാം, ഓഫീസിലായിരിക്കാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ മടിക്കാതെ ചോദിക്കുന്ന ഒരു വ്യക്തി. ചിലർ മടിച്ച് ചോദിക്കും. എത്ര അറിവുള്ള വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ മടിച്ചിരിക്കും. നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല, നിങ്ങൾ ചോദിക്കും. അങ്ങനത്തെ ചോദിക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ വന്ന് നമ്പർ 2 എന്ന് ടൈപ്പ്. ലെറ്റ്സ് മൂവ് ഓൺ ടു നമ്പർ 3. തോട്ട്സ് അബൌട്ട് പാസ്റ്റ് ഇഷ്യൂസ് എഫക്റ്റ് യുവർ വർക്ക്. നിങ്ങൾ പണ്ട് കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് നിങ്ങളെ വർക്കിനൊക്കെ എഫക്റ്റ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ പഴയ കാര്യങ്ങളാണ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഒരുപാട് കേസുകൾ അങ്ങനെ വരില്ല. എനിക്ക് രാവിലെ ഓരോരുത്തർ വിളിക്കും, ഞാൻ പണ്ട് എനിക്ക് സംഭവിച്ച ഇതാണ്, ഞാൻ ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ വയ്യ, ആകെ തളർന്നു പോണ പോലെ. അങ്ങനത്തെ കേസ് ഞാൻ അവിടെ പറഞ്ഞത്. അത് പണ്ട് കഴിഞ്ഞ് പോയ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ നടന്ന ഒരു സംഭവത്തിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. വർക്കിൽ നിങ്ങളെ മാനേജർ എന്തെങ്കിലും പറഞ്ഞു അത് പറഞ്ഞിട്ട് വീട്ടിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം അതായത് നിങ്ങൾ ജീവിക്കില്ല. നിങ്ങൾ കറൻറ്റ് സിറ്റുവേഷൻ, അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കില്ല. കാരണം പഴയ കാര്യങ്ങളാണ് നിങ്ങൾ ഓർക്കണം. രാവിലെ ചിലപ്പോൾ ഓഫീസിൽ കഴിഞ്ഞ കാര്യം നിങ്ങൾ വീട്ടിൽ വന്നിട്ടായിരിക്കും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണം. അത് ചിലപ്പോൾ നിങ്ങളെ വൈഫിൻ്റെ മേലെ, ഹസ്ബൻഡിൻ്റെ മേലെ ആയിരിക്കും ആ കംപ്ലീറ്റ് ആ എനർജി അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം അവരെ മേലെ അല്ലെങ്കിൽ കുട്ടികളുടെ മേലെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ വീട്ടിൽ നടക്കുന്ന സംഭവം നിങ്ങൾ വീണ്ടും ഓഫീസിൽ പോകുമ്പോൾ ആ ദേഷ്യം അല്ല എന്തായിരിക്കും നിങ്ങൾ ആ ഓഫീസ് സ്റ്റാഫിനായിട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ പണ്ട് കഴിഞ്ഞ് പോയൊരു സംഭവം പെട്ടെന്ന് ഓർത്തിട്ട് അതായിരിക്കും. അങ്ങനത്തെ വ്യക്തികളാണ് നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക, അല്ലാത്തൊരു എക്സ് മാർക്ക് ചെയ്യുക. ഇവിടെ വന്ന് നമ്പർ 3 എന്ന് ടൈപ്പ്. നമ്പർ 4, യു ഓഫൻ ഫീൽ ഓവർ പ്രഷറൈസ്ഡ് ബൈ റെസ്പോൺസിബിലിറ്റി. ഓഫൻ എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് ഓരോ ഓവർ പ്രഷറായിട്ട് റെസ്പോൺസിബിൾ, നിങ്ങൾക്ക് ഓരോ ഉത്തരവാദിത്വം തരുമ്പോൾ നിങ്ങൾക്ക് മേലെ കയറുമ്പോൾ ഓരോ സ്റ്റെപ്പ് നമ്മൾ ഓഫീസിൽ ഓർഗനൈസേഷനിൽ കയറുമ്പോൾ നമ്മളെ റെസ്പോൺസിബിലിറ്റി കൂടും അല്ലേ? ആ കൂടുന്ന അനുസരിച്ച് പ്രഷറും കൂടും. പക്ഷേ ആ പ്രഷർ എടുക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് എന്ത് പ്രഷറും തന്നാലും ഏതൊരു റെസ്പോൺസിബിലിറ്റി തന്നാലും അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതിന് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരു ക്രോസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു നമ്പർ 5. നമ്പർ 5 is you find it challenging to recover from setback. നിങ്ങൾ എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ഒന്ന് മറികടക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ചാലഞ്ചിങ്, അത് പെട്ടെന്ന് നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ആ തകർച്ചയിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനെപ്പറ്റി ആലോചിക്കുന്ന വ്യക്തിയാണ്, അതിനെപ്പറ്റി ആക്ഷൻ എടുക്കാത്ത വ്യക്തിയാണ്. അത് മാത്രം ഇങ്ങനെ ചിന്തിച്ച് അതിൽ മാത്രം ഡിപ്രഷനിലേക്കും ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്ന വ്യക്തിയാണ്. അതായത് തളർന്നു പോവുക, മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി, റിലേഷൻഷിപ്പ് വൈസ് ഒക്കെ നിങ്ങൾ തകർന്നു പോകുന്ന വ്യക്തിയാണ്. ആണെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്യുക. നമ്പർ 5 എന്ന് ടൈപ്പ്. നമ്പർ 6, യു ഫ്രീക്വൻ്റ്ലി ഡൗട്ട് യുവർ കപ്പാസിറ്റി, യുവർ എബിലിറ്റി, യുവർ ആറ്റിറ്റ്യൂഡ് അണ്ടർ പ്രഷർ. നിങ്ങൾ പ്രഷറിൽ വരുമ്പോൾ ചിലപ്പോൾ അത് ഓഫീസിൽ നിന്നായിരിക്കാം, വീട്ടിൽ നിന്നായിരിക്കാം, പുതിയ മാനേജ്മെൻ്റ് ആയിരിക്കാം, പുതിയ ചേഞ്ച് ആയിരിക്കാം, പുതിയ ലൊക്കേഷൻ ആയിരിക്കാം, പുതിയ പ്രഷർ വരുമ്പോൾ. പ്രഷർ ഇല്ലാത്ത ഒരു ജീവിതം ഇല്ല. നമുക്ക് എല്ലാ ദിവസവും പ്രഷർ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ പ്രഷറായി. എത്ര പേര് അംഗീകരിക്കാം? ചിലപ്പം പ്രൊജക്ടർ വർക്ക് ചെയ്യുന്നില്ല, പ്രഷർ വന്ന്. ഇപ്പോൾ അതിൻ്റെ പവർ പോയിന്റ് വർക്ക് ചെയ്യുന്നില്ല, പ്രഷർ വന്ന്. പ്രഷർ വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഴിവിനെ, നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ സ്ട്രെങ്ത്തിന് തീരെ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ അതിൽ ഡൗട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്രോസ് മാർക്ക് ചെയ്യുക. ആൻഡ് ടൈപ്പ് നമ്പർ 6. നമ്പർ 7, യു സ്ട്രഗിൾ ടു സ്റ്റേ ഓർഗനൈസ്ഡ് വെൻ സ്ട്രെസ്. നിങ്ങൾ സ്ട്രെസ്സിലാണ്, എല്ലാം മറന്നിട്ടുണ്ടാവും. എന്താണ് ആദ്യം ചെയ്യുന്നത്, എന്താ ഇപ്പോൾ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സ്പീച്ചിന് വേണ്ടി സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ എല്ലാം മറന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയില്ല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ആരെ വിഷയമുണ്ട്, എന്തൊക്കെ ടോപ്പിക്സാണ് പറയാനുണ്ട്. കാരണം സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ എല്ലാം മറക്കും. യു സ്ട്രഗിൾ ടു സ്റ്റേ ഓർഗനൈസ്. അതായത് നിങ്ങൾ സ്ട്രെസ് വന്നാലും ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തി ആണെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്യുക. നമ്പർ 7 ടൈപ്പ് ചെയ്യുക. നമ്പർ 8, യു ഹാവ് ഡിഫിക്കൽട്ടി ഫോക്കസിങ് ഡ്യൂറിങ് ഹൈ സ്ട്രെസ് സിറ്റുവേഷൻ. ഹൈ സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഫോക്കസ് കംപ്ലീറ്റ് മാറുന്ന വ്യക്തി. ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. യു ആർ നോട്ട് ഏബിൾ ടു റിമെമ്പർ, യു ഡു നോട്ട് നോ വാട്ട്സ് യുവർ ഒബ്ജക്റ്റീവ്, യു ഡു നോട്ട് നോ വാട്ട് ഈസ് യുവർ ഗോൾ. നിങ്ങളുടെ ഗോൾ എന്താ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്താ, നിങ്ങളുടെ പാഷൻ എന്താ, നിങ്ങളുടെ യുവർ പർപ്പസ് എന്താന്ന് എല്ലാം കംപ്ലീറ്റ് മാറുന്നു ഹൈ സ്ട്രെസ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. ഹൈ സ്ട്രെസ് സിറ്റുവേഷൻ എന്തായാലും വരും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതായത് നിങ്ങൾ മേലോട്ട് കയറുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മേലെ കയറും, നിങ്ങൾ ഓർഗനൈസേഷൻ ലാഡർ കയറി വരുമ്പോൾ ഒരു CEO പൊസിഷൻ, അല്ലെങ്കിൽ CXO പൊസിഷൻ, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈസ് പ്രസിഡന്റ്, അല്ലെങ്കിൽ സീനിയർ വൈസ് പ്രസിഡന്റ്,
അങ്ങനത്തെ ഹയർ പൊസിഷനിലേക്ക് പോകുന്നു. എത്രത്തോളം നിങ്ങൾ പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആഗ്രഹമില്ല. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, മേലേക്ക് എത്രത്തോളം മേലേക്ക് പോകുന്നു അത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ സ്ട്രെസ്സ് സ്ട്രെസ്സ് തീർച്ചയായിട്ടും വരും. ആ സ്ട്രെസ്സിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളൊരു ടിക്ക് മാർക്ക് ഇടുക. അത് ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണെങ്കിൽ ക്രോസ് മാർക്ക് ഇടുക. നമ്പർ 9, യു ഫീൽ ഈസിലി ഡ്രെയിൻ ബൈ ഡിമാൻഡിങ് ടാസ്ക്. അതായത് ഒരു ടാസ്കിന് ശേഷം മറ്റൊരു ടാസ്ക് അല്ലെങ്കിൽ വേറെ ടാസ്ക്, ഓരോ ടാസ്ക് വരും നിങ്ങൾക്ക് ഡ്രെയിൻ ചെയ്യും, നിങ്ങളെ എനർജി കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യും. നിങ്ങൾക്ക് പിന്നെ എനർജി ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ ഒന്നും തീർന്നിട്ടില്ലല്ലോ, അപ്പോഴേക്കും മറ്റേത് വന്നപ്പോൾ മൂന്നാമത്തെ, അപ്പോഴേക്കും ഒരു മീറ്റിങ്ങിന് പോകണം. അത് കഴിഞ്ഞ് പ്രസൻറ്റേഷൻ ഉണ്ട്, ആ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്യുന്ന വ്യക്തിയാണ്. അല്ലാതെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിയല്ല. ഞാനിവിടെ വരുമ്പം നല്ല വളരെ കൂൾ. ഞാൻ ഉണ്ടായിരുന്നില്ല, 1 മണിക്കൂർ മുമ്പ് ഞാൻ പുറത്ത് വന്നിട്ട് 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് സമാധാനത്തിൽ നിങ്ങളുടെ എല്ലാ വാട്സപ്പ് മെസ്സേജിനും മറുപടി തന്നതിന് ശേഷം കൂളായിട്ട് ഒരു 15 മിനിറ്റ് മുമ്പാണ് ഞാൻ വന്നിട്ടുള്ളത്. ഐ ഹാവ് നോ സ്ട്രെസ് അറ്റ് ഓൾ. വൈ? എനിക്കറിയാം എല്ലാം ഓർഗനൈസ്ഡ് ആണ്. സോ ഐ വാണ്ട് എവരിവൺ ടു ടൈപ്പ് O for organized. വൺസ് യു ഓർഗനൈസ്, നിങ്ങളെല്ലാം ഓർഗനൈസ്ഡ് ആണ്, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എനിക്ക് ഒരു ടെൻഷനില്ല. വന്നിട്ട് ഇപ്പോഴും ഞാൻ സംസാരിക്കണം ഒന്നുമില്ല. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അത് ചെയ്തു. വൈ? ബിക്കോസ് ഐ ഹാവ് ഓർഗനൈസ് മൈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, എല്ലാം വെൽ ഓർഗനൈസ്ഡ്. സോ ഐ ജസ്റ്റ് ഹാവ് ടു കം ആൻഡ് ടോക്ക്. ഐ ജസ്റ്റ് നീഡ് ടു ടോക്ക്. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് you feel you easily drain when there is a demanding task coming in. Number 10, you are easily discouraged by criticism. ആരെങ്കിലും നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്ത്, ആരെങ്കിലും ഒരു ഫീഡ്ബാക്ക് തന്ന, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്ന നിങ്ങൾ ആകെ തളർന്നു പോകുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ആകെ ഡിസ്കറേജ് ആയിരുന്ന വ്യക്തിയാണ്. ഒരു ഉദാഹരണം തരാം. ചിലപ്പോൾ നിങ്ങളൊരു യൂട്യൂബർ ആയിരിക്കാം. ഒരു യൂട്യൂബ് ഇറക്കി, 2 ഇറക്കി, ഒരു 3-4 യൂട്യൂബ് വീഡിയോസ് ഇറക്കി. അതിനുശേഷം ആരോ വന്ന് കമൻറ്റ് ചെയ്ത്, എന്താടോ നിനക്ക് നിർത്തിപ്പോയിക്കൂടെ, വേറെ ഒരു പണിയില്ല, ജോലിയില്ലാത്ത ആളാണെന്ന് പറഞ്ഞ് ഒരു 2 കമൻറ്റ് അടിച്ചാൽ പിന്നെ ആകെ തളർന്നു പോയി. പിന്നെ യൂട്യൂബ് ഇല്ല, മണ്ണാങ്കട്ടയില്ല, ഒന്നുമില്ല. യു വിൽ കംപ്ലീറ്റ്ലി ഗോ ഫ്രം യുവർ ബിസിനസ്. ഹൗ മെനി ഓഫ് യു അഗ്രി ടു ദാറ്റ്? സേ ഐ. ഹൗ മെനി ഓഫ് യു അഗ്രി? ചിലവരും തകർന്നു പോകുന്നു. എന്നിട്ട് അവർ പുറത്തേക്ക് വരില്ല. എന്താ കാരണം? സെൻസേ ഇത് എന്താ വെച്ചാൽ ആരോ കമൻറ്റ് ചെയ്തു. മനുഷ്യന്മാരെ എനിക്കും കിട്ടും കമൻറ്റ്, റിയാസിനും കിട്ടും കമൻറ്റ്, എല്ലാവർക്കും നെഗറ്റീവ് കമൻറ്റ് കിട്ടും. കാരണം ഒരുപാട് ആൾക്കാരും ജോലിയില്ലാത്ത ഒരുപാട് ആൾക്കാർക്ക് അവർക്ക് വേറൊരു പണിയില്ല, അവർക്ക് കമൻറ്റ് ചെയ്യാനാണ് പണി. പക്ഷേ അത് കണ്ടിട്ട് നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ പറയുന്ന കാര്യം സത്യാവസ്ഥ ആയിരിക്കും. യൂട്യൂബിൽ എന്തെങ്കിലും പറയുന്നത് സത്യമായിരിക്കും. സത്യത്തിന് ആരെങ്കിലും എതിർത്ത് പറയുകയാണെങ്കിൽ അതിന് യാതൊരു നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം. എത്രയോ നല്ല നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാർക്കും ശത്രുക്കളുണ്ട്. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? ആയിന്ന് ടൈപ്പ് നല്ല നേതാക്കന്മാർ. നമ്മൾ വിചാരിക്കും ഇയാളൊക്കെ എന്തിനാ ഇങ്ങനെ ഇത് ചെയ്യണത്, എന്തിനാ ഇങ്ങനെ കുറ്റം പറഞ്ഞു. ഓരോരുത്തർ നല്ല ആൾക്കാർ, നല്ല കാര്യങ്ങൾ, പാവങ്ങൾക്ക് സഹായിക്കുന്ന ആൾക്കാർ എത്രയുണ്ട്. പക്ഷെ അതിലും തളരാൻ പാടില്ല. നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ ഇതിനൊക്കെ ഒന്നും വക വെക്കാതെ മുമ്പിലേക്ക് പോകണം. തീർച്ചയായിട്ടും നമ്മളെ ഫ്രിക്ഷൻ ഉണ്ടാവും. നമ്മൾ ഭൂമി നമ്മളേക്ക് താഴോട്ട് വലിക്കുന്നത് പോലെ ഒരുപാട് ഫ്രിക്ഷൻ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മളെ വീട്ടിൽ ഒരുപാട് ഫ്രിക്ഷൻ ഉണ്ടാവും. എസ്പെഷ്യലി വെൻ യു ഗോ ആൻഡ് വർക്ക്, ഇഫ് യു ആർ വർക്കിംഗ് ഫോർ സം അതർ കമ്പനി, ഓട്ടോമാറ്റിക്കലി അവിടെ ഒരുപാട് ഫ്രിക്ഷൻ ഉണ്ടാവും. കസ്റ്റമേഴ്സ് ഉണ്ടാവും, ക്ലയൻസിന് ഇരുന്നാവും, നിങ്ങളുടെ ഓഫീസ് സ്റ്റാഫിന് ഇരുന്നാവും, നിങ്ങളുടെ മാനേജ്മെൻറ്റ് ഉണ്ടാവും, നിങ്ങളുടെ കൊളീഗ്സ് ഉണ്ടാവും, നിങ്ങൾ ജൂനിയേഴ്സിന് നടത്തുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഫ്രിക്ഷൻ ഉണ്ടാവും. ബട്ട് യു ഷുഡ് ബി വെരി strong and you should be able to work and you should be able to achieve your target irrespective of whatever is happening. That is called leadership. And how many of you like this? എത്ര പേര് ഇതുവരെ എൻജോയ് ചെയ്യേണ്ട ILI? I love it, the type here. ILI. If you love whatever we are saying right now. I know that I'm very fast. I know that. But that is how it's going to work. Okay, so if you love what I'm doing and what you are doing right now, just type ILI. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ അതിന് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ എത്ര ടിക്ക് മാർക്ക് കിട്ടിയത് അത് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തതിന് ശേഷം അവിടെ നമ്പർ എഴുതിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക, D എന്ന് ടൈപ്പ് ചെയ്യുക. Once you have done the calculation, just go and put your whole total. Just total all the tick marks that you got and then come here and type D. It's a very simple. It's not a rocket science. You just have to go and add up all the tick marks. Don't add your cross marks, only the tick marks. Then put the total, come here and type D. ഇവിടെ നമ്പർ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നമ്പർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. Don't share the number here. Just type D. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല, 10 ചെയ്തിട്ടുള്ളൂ, ഇനി 30 കൂടെ ഉണ്ട്. Right, very good, excellent, beautiful. I can see a lot of D's coming in. Okay, let's go for the second one. ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് S1ലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് S1, എന്താണ് B1, എന്താണ് S2, എന്താണ് BS എല്ലാം ഞാൻ പറഞ്ഞുതരാം. So let's go for S1. So that's question number 11. Question number 11, you often feel fragile at work. നിങ്ങൾ ഒരു ഫ്രജൈൽ എന്ന് വെച്ചാൽ ഒരു കണ്ണാടി ഇങ്ങനെയാണ് പൊട്ടുന്നത്, അതേപോലത്തെ വളരെ നൈസായിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് എന്ത് പറഞ്ഞാൽ അപ്പം തകർന്ന് പോകുന്ന വ്യക്തി. ഞാൻ ഇപ്പോൾ നേരത്തെ യൂട്യൂബിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അതേപോലത്തെ ആളാണ്. നിങ്ങൾ ഓഫീസിലാണ്, ഇത് ഓഫീസിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ ഓഫീസിലാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, നിങ്ങളെ മാനേജർ ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറയുണ്ടാവുക, ഇതൊന്ന് മാറ്റണം അല്ലെങ്കിൽ ഇതൊന്ന് ശരിയാക്കണം, നീ ഈ ഡ്രാഫ്റ്റ് ചെയ്ത ഇമെയിൽ കറക്റ്റ് അല്ല, എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അതോടൊപ്പം അന്നത്തെ ദിവസം പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളൊരു ടിക്ക് മാർക്ക്
മാർക്ക് ചെയ്യുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതല്ല നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്യുക. നിങ്ങൾ വളരെ പെട്ടെന്ന് തകർന്ന് പോകുന്ന വ്യക്തിയാണെങ്കിൽ ടിക്ക് മാർക്ക് ചെയ്യുക. എല്ലാം നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, മാനേജർ പറഞ്ഞ കാര്യമുണ്ട്, ആ കാര്യത്തെ ഏറ്റെടുക്കാനുള്ള ശക്തി നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്യുക. Number 12, you easily feel stressed in unfamiliar situation. ഒരു അൺഫാമിലിയർ, പരിചയമില്ലാത്ത സിറ്റുവേഷൻ. അത് ചിലപ്പം വിവാഹമായിരിക്കാം, കല്യാണങ്ങളായിരിക്കാം, ഗാദറിംഗ് ആയിരിക്കാം, മീറ്റിംഗ് ആയിരിക്കാം, നെറ്റ്വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിരിക്കാം. പുതിയ ആൾക്കാരെ കാണുമ്പോൾ, പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് സ്ട്രെസ്ഡ് ആണ്. നിങ്ങൾ ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ തീരെ പരിചയമുള്ള സിറ്റുവേഷൻ, അതിനാണ് നമ്മൾ കംഫർട്ട് സോൺ എന്ന് പറയാം. കംഫർട്ട് സോൺ അല്ലാണ്ട് ടൈപ്പ് CZ, കംഫർട്ട് സോൺ അല്ലാണ്ട് ടൈപ്പ് CZ. നിങ്ങൾ കംഫർട്ട് സോണിലാണ്, നിങ്ങൾ ആൾ ഉഷാറാണ്. പക്ഷേ കംഫർട്ട് സോൺ വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആകെ തകരും. നിങ്ങൾക്ക് അറിയില്ല എന്ത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ആരോട് പറയണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാത്തൊരു വ്യക്തി ആണെങ്കിൽ നിങ്ങളൊരു ടിക്ക് മാർക്ക് ചെയ്യുക. എല്ലാം നിങ്ങൾ എവിടെ ഏത് സോണിൽ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാലും, നമ്മൾ കംഫർട്ട് സോൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലേണിംഗ് സോൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പാനിക് സോൺ ഉണ്ട്. എത്ര പേർക്ക് അറിയാം? ഒന്നുകൂടെ ഞാൻ പറയാം. The first one is called the comfort zone, then comes the learning zone, then comes the panic zone. ഓക്കെ, വ്യത്യാസ സോൺ ഉണ്ട്. അത് നമ്മൾ വ്യത്യാസ ക്ലാസ്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ പഠിക്കും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കും. ഇന്നത്തെ ക്ലാസ് വെറും 40 ക്വസ്റ്റിനെ കുറിച്ച് മാത്രമാണ്. ഇന്ന് നമ്മൾ കംഫർട്ട് സോണിനെ കുറിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 13. യു ടെൻഡ് ടു അവോയ്ഡ് കൺഫ്രണ്ടേഷൻസ്. എന്തെങ്കിലും ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ എന്തോ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്ന വ്യക്തി. ആ ഭാഗത്തേക്കേ പോലെ ഒരു തർക്കം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോയില്ല. ഒരു ആർഗ്യുമെൻ്റ് ഒരു സ്ഥലത്തുണ്ട്, അത് പോയില്ല. അല്ല, ആർഗ്യുമെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോകാത്ത വ്യക്തി, അതിനൊക്കെ അവോയ്ഡ് ചെയ്യുന്ന, അതിലേക്ക് ഒന്നും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരാളെ മറ്റൊരാളെ പറ്റി പറയുകയാണെങ്കിൽ അത് ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ ആ ഭാഗത്തേക്ക് പോകാത്തൊരു വ്യക്തി, നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ നോക്കി വളരെ ഈസി ആയിട്ട് കൂളായിട്ട് പോകുന്ന വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ഒരു ടിക്ക് മാർക്ക് ചെയ്യുക. എല്ലാം അതിലൊക്കെ ഇടപെടുന്ന വ്യക്തിയാണ്. ആര് എന്ത് പറഞ്ഞു, എപ്പം പറഞ്ഞു, അങ്ങനത്തെ ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്യുക. അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റും മറ്റേ ഒരു കൺഫ്രണ്ടേഷന് വരുന്ന എങ്ങനെയൊക്കെ ഒരു തല്ലുണ്ടാക്കാൻ പറ്റും, ബാക്ക് ബൈറ്റിംഗ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു വ്യക്തി ആണെങ്കിൽ പുട്ട് എ ക്രോസ് മാർക്ക്, അതർവൈസ് പുട്ട് എ ടിക്ക് മാർക്ക്. നമ്പർ 14, യു പ്രിഫർ ക്ലിയർ ഗൈഡൻസ് ടു ഹാൻഡിൽ ടാസ്ക്. അതായത് നിങ്ങൾ ക്ലാരിറ്റി ആവശ്യപ്പെടുന്ന വ്യക്തി, ഇത് നല്ലൊരു സ്വഭാവമാണ്. ക്ലാരിറ്റി ആവശ്യപ്പെടുക. അതായത് ഒരു വ്യക്തി, അതായത് നിങ്ങളെ മാനേജർ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി ചോദിക്കുക. ഏത് സ്റ്റെപ്പ് എടുക്കുക, നിങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്, A or B, do you want me to do this or that. അതായത് ക്ലാരിറ്റി ആവശ്യപ്പെടും, ഗൈഡൻസ് ആവശ്യപ്പെടുന്നത്. ഗൈഡൻസ് ആവശ്യമില്ലാതെ ചെയ്യുന്ന വ്യക്തിയല്ല, എല്ലാത്തിനും ഗൈഡൻസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നീന്താൻ പോകുന്നു വിചാരിക്കുക, നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ സ്വിം ചെയ്യാൻ പോകുന്നു വിചാരിക്കുക. അവിടെ നിങ്ങൾ ചാടിനേക്കാൾ മുമ്പ് നിങ്ങൾ ചോദിക്കും, അവിടുത്തെ ഗൈഡിനോട് ചോദിക്കും, ഇതിൻ്റെ ഡെപ്ത് എത്രയാണ്, ഇതിൻ്റെ താഴ്ച എത്ര, സ്ലിപ്പറിയാണ് ഒക്കെ ചോദിച്ചതിന് ശേഷം ഇറങ്ങുന്ന വ്യക്തി. അതായത് ഒരിക്കലും ഒരു റിസ്ക് എടുക്കുന്നതിന് മുമ്പ് ആ റിസ്കിനെ കുറിച്ച് ശരിക്കും, ആ ടാസ്കിനെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ടാസ്ക് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. നമ്പർ 15, യു ഓഫൻ സീ എ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം അതേഴ്സ്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മറ്റുള്ള ഒരാളുടെ ഒരു അഭിപ്രായം ചോദിക്കുക. അതായത് അതിനൊരു എക്സാമ്പിൾ ഞാൻ തരാം. ഒരു ഓപ്പറേഷൻ, ഒരു ഡോക്ടറുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് വിചാരിക്കുക. അത് അപ്പാടി കേട്ടിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി കിടക്കുന്ന വ്യക്തിയല്ല. നിങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിൽ മറ്റൊരു ഡോക്ടറെ കണ്ടിട്ട് ആ വ്യക്തിൻ്റെയും കൂടെ അഭിപ്രായം ചോദിക്കുന്ന വ്യക്തിയാണ്. അതായത് എടുത്ത് ഉടനെ തന്നെ അത് നിങ്ങൾ ചെയ്യുന്ന ആളല്ല. നിങ്ങൾ 2-3 ഒപ്പീനിയൻസ് വാങ്ങിച്ചിട്ട് സജഷൻസ് വാങ്ങിച്ചിട്ട് ഫീഡ്ബാക്ക് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ലീഡർഷിപ്പിൻ്റെ ഒരു കഴിവാണ്. അങ്ങനത്തെ വ്യക്തി ആണെങ്കിൽ, അതായത് എപ്പോഴും ഓഫൻ ഞാൻ പ്രത്യേകം എഴുതിക്കണം, അതായത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ല, എപ്പോഴും നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്യുക. നമ്പർ 16, യു റീചാർജ് വെൻ യു ഫീൽ ഡ്രെയിൻ. എപ്പോഴും നിങ്ങൾ ഡ്രെയിൻ ചെയ്യും. നിങ്ങൾ എനർജി പോകുമ്പോൾ അത് ചിലപ്പോൾ ഒരുപാട് വർക്ക് ചെയ്താലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ സീനിയേഴ്സിന്, മാനേജ്മെൻറ്റിന്, അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്ത്, കിഡ്സിൻ്റെ അടുത്ത്, ഹസ്ബൻഡിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പ്രഷർ കിട്ടുമ്പം ആ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, വെനെവർ യു ഫീൽ ഡ്രെയിൻ, നിങ്ങൾ എന്തെങ്കിലും റീചാർജ് ചെയ്യാൻ വ്യത്യസ്ത മാർഗ്ഗങ്ങളുണ്ട്. ചിലപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ കാണുമ്പോൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ആയിരിക്കാം, ചിലപ്പം ബ്രീതിങ് ആയിരിക്കാം, ചിലപ്പം വാക്കിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു കപ്പ് ഓഫ് കോഫി ആയിരിക്കാം, ചിലപ്പോൾ ഒരു നാപ്പ് ആയിരിക്കും, ഒരു പവർ നാപ്പ്, ഒരു 10-15 മിനിറ്റ്. ഞാൻ ചിലപ്പം ചെയ്യില്ലാതെ ഞാൻ പോയി കിടന്നുറങ്ങും. ഞാനൊരു 10-15 മിനിറ്റ് കിടന്നുറങ്ങിയാൽ എൻ്റെ കംപ്ലീറ്റ് എനർജി വീണ്ടും തിരിച്ചു. അപ്പോൾ വ്യത്യസ്ത ആൾക്കാർക്ക് വ്യത്യസ്ത, ഞാൻ ചെയ്യുന്ന കണ്ട് നിങ്ങൾ ചെയ്യുന്ന കണ്ട് മറ്റാളും ചെയ്ത്, ഓരോരുത്തർക്കും ഓരോരോ കഴിവുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഒരു വ്യക്തി കേരളത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ചൈനയിലും, ഒരാൾ സിംഗപ്പൂരിൽ, ഒരാൾ ശ്രീലങ്കയിൽ, ഒരാൾ ലണ്ടനിലാണെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന വ്യത്യാസം, ഓരോ വ്യക്തിയും വ്യത്യാസമുണ്ട്. അപ്പം തീർച്ചയായിട്ടും നോക്കുക, നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം അനുസരിച്ചാണ് നിങ്ങൾ ആൻസർ ചെയ്യുന്നത്. നമ്പർ 17, യു നീഡ് ഫ്രീക്വൻറ്റ് ബ്രേക്ക് ടു മെയിൻറ്റെയിൻ എനർജി. എപ്പോഴും ഒരു ഫ്രീക്വൻറ്റ് ബ്രേക്ക് എടുക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. അതായത് ചിലരുണ്ട് 2 മണിക്കൂർ
ഒരൊറ്റ ഇരിപ്പിന് അങ്ങോട്ട് ജോലി ചെയ്യാൻ ഇരിക്കുന്നു വിചാരിക്കും, ചിലർ ചെയ്യും. ചിലർക്ക് അത് പറ്റില്ല. ചിലർ ഏകദേശം ഒരു 45 മിനിറ്റ് വരെ ചെയ്തിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തും സുഹൃത്തുക്കളോട് സംസാരിക്കും, ചിലപ്പോൾ ഒരു കോഫി ബ്രേക്കൊക്കെ എടുത്തിട്ട് പിന്നെ വന്നിട്ടായിരിക്കും ചിലപ്പോൾ വീണ്ടും വർക്ക് ചെയ്യുക. ഇവർ പ്രൊഡക്റ്റീവ് ആയിരിക്കും, കാരണം ഇവർക്ക് അറിയാം ഒരു ബ്രേക്ക് എടുക്കണം. നമ്മൾ ജീവിതത്തിൽ ബ്രേക്ക് എടുത്തേ മതിയോ. എത്ര പേര് അംഗീകരിക്കും ടൈപ്പ് യെസ്? എത്ര പേര് അംഗീകരിക്കും? നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ടൂർ പോകണം, എക്സ്കർഷൻ പോകണം, ഫിലിമിന് പോകണം. നമ്മൾ അത് നമ്മൾ വർക്കിലും അതേപോലെ തന്നെ. നിങ്ങൾ ഒരിക്കലും ഒരു 10 മണിക്ക് ഓഫീസിൽ കയറിയ ആൾ 4 മണി വരെ ഒറ്റ ഇരുത്തത്തിന് ഇരിക്കാൻ പാടില്ല. ചില ഓഫീസിൽ ഇപ്പോൾ സീറ്റ്സ് അല്ലെങ്കിൽ ചെയർസ് പോലും ഒഴിവാക്കുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ നിങ്ങൾ കൂടുതൽ നേരം ഇരിക്കുന്നത് ഈവൻ സ്മോക്കിങ്ങിനേക്കാളും ഡേഞ്ചറാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഒരു 45 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് എടുക്കും. എങ്ങനെ ബ്രേക്ക് എടുത്ത് ആ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം, റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് ആ 10 മിനിറ്റ് 45 മിനിറ്റ് ആവരുത്. നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഐ ഹാവ് ടു ഗോ ബാക്ക് ടു ദ സീറ്റ് ആൻഡ് വർക്ക് ആൻഡ് ബിക്കം മോർ പ്രൊഡക്റ്റീവ്. നമ്പർ 18, യു ആസ്ക് ഫോർ സപ്പോർട്ട് വിത്ത് ചാലഞ്ച്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചാലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് നിങ്ങൾ ആവശ്യപ്പെടും. ഈ ഒരു സപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് വേണം. എല്ലാവരും ടൈപ്പ് ചെയ്യുക, 6 ടൈപ്പ് ചെയ്യുക. റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും സപ്പോർട്ട് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അവൻ അതിൽ കുടുങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന, സന്തോഷിക്കുന്ന, പാൻട്രിയിൽ പോയിട്ട് നിങ്ങളെ ബാക്കിൽ ചിരിക്കുന്ന വ്യക്തികളുണ്ടാവും. നിങ്ങൾക്ക് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഏത് സമയത്ത് നിങ്ങൾ ചാലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങളോട് വന്ന് പറഞ്ഞു, സർ വി ക്യാൻ ഹെൽപ്പ് യു, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, വി ആർ ഗോയിങ് ടു ഹാൻഡിൽ ദാറ്റ് ഫോർ യു. അങ്ങനെ പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി മെയിൻറ്റെയിനിങ് ദ റിലേഷൻഷിപ്പ്. ഇഫ് യു ഡോണ്ട് ഹാവ് എ പ്രോപ്പർ റിലേഷൻഷിപ്പ്, nobody is going to support you, nobody is going to help you, and they would be talking behind you. Are you that type of person? Number 19, you call your loved ones. നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ബന്ധുക്കളെ, നിങ്ങളുടെ പാരൻസിനെ, നിങ്ങളുടെ വൈഫിനെ, നിങ്ങളുടെ ഹസ്ബൻഡിനെ, നിങ്ങളുടെ മക്കളെ സ്ഥിരമായിട്ട് വിളിക്കുന്ന വ്യക്തിയാണ് ആണെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് 19 ടൈപ്പ് ചെയ്യുക. നിങ്ങൾ അങ്ങനത്തെ വ്യക്തിയാണ്. ചിലരുണ്ട് ബന്ധുക്കൾ. ഞാൻ ഇപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഇതിലൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, അത് ചിലപ്പോൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, മലയാളം വേർഷൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരെ മദർ വെച്ചാൽ ഗൾഫിലായിരുന്നു, 12 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. അവർ സെപ്പറേറ്റഡ് ആണ്, മദറിനായിട്ട് യാതൊരു കണക്ഷൻ ഇല്ല. നമ്മൾ ഈ ഓർഗനൈസേഷനിൽ വന്നതിന് ശേഷം മദർ ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. ഒരാഴ്ച ആയിട്ട് ആ അമ്മനോട് ഭയങ്കര ഇഷ്ടം വന്നിട്ടുണ്ട്. ഇതേവരെ ഇഷ്ടമില്ലാത്ത 12 വർഷം ഇഷ്ടമില്ലാത്ത ആ ഒരു ലീഡർ ഇപ്പം അമ്മനോട് മദറിനോട് ഭയങ്കര സ്നേഹം, ഭയങ്കര ഇഷ്ടം. ആ സെപ്പറേഷനൊക്കെ മറന്നുപോയി. വൈ? ബിക്കോസ് വൺസ് യു കണക്ട് വിത്ത് യുവർ റിലേറ്റീവ്സ്, വൺസ് യു കണക്ട് വിത്ത് യുവർ ലവ്ഡ് വൺസ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ തിങ്. മനസ്സിലാക്കുക, വെറും ജോലി, വെറും പൈസ അല്ല. അതിനെ പറ്റിയിട്ടല്ല നമ്മളിവിടെ സംസാരിക്കും. യു ഓൾവേസ് ഹാവ് ടു ലവ് ഈച്ച് അതർ. അങ്ങനെ ലവ് ചെയ്ത് റിലേഷൻഷിപ്പ് ഉണ്ടായി മാത്രമേ നമ്മൾക്ക് സന്തോഷം ഉണ്ടാവും. മണി ഡസ് നോട്ട് മേക്ക് യു ഹാപ്പി. അത് തെളിയിച്ചതാണ്. നിങ്ങൾക്ക് പോയിട്ട് ഇതിൽ ടെഡ് ടോക്കിൽ നിങ്ങൾ കേൾക്കാം. 75 വർഷത്തെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. ഇഫ് യു വാണ്ട് ടു ബി ഹാപ്പി, ഇറ്റ്സ് നോട്ട് ദ മണി ദാറ്റ് യു മേക്ക്, ഇറ്റ്സ് നോട്ട് ദ പൊസിഷൻ ഓർ ദ ടൈറ്റിൽ, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ദാറ്റ് യു മെയിൻറ്റെയിൻ വിത്ത് your friends and your colleagues and surroundings. How many of you got it? Say got it. GI. Just type GI. ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന പൈസയുടെ കാര്യം ഇവിടെ പറയുന്നില്ല. We don't talk about money. We don't talk about richness. നമ്മൾ റിച്ച്നെസ്സിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മൈൻഡ് റിച്ച്ഫുൾ ആവണമെന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ സാമ്പത്തിക റിച്ച്നെസ്സിനെ പറ്റി നമ്മൾ പറയില്ല. നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ റിച്ച്നെസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യും. ഒരു കാന്തം മറ്റേ അട്രാക്ട് ചെയ്യുന്ന പോലെ, just like a magnet attracts the metal, similarly if you are improvising yourself, if you are becoming more valuable, then automatically you're going to attract everything towards you. Number 20, you take time to relax. നിങ്ങൾ ടൈം റിലാക്സ് ചെയ്യാൻ നിങ്ങൾ ടൈം എടുക്കും. നിങ്ങൾ എന്ത് തന്നെ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്യുക, ഒരു 15 മിനിറ്റ് റിലാക്സ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് ആയിരിക്കും ചെയ്യേണ്ട, പ്രാണായാമമായിരിക്കും ചിലപ്പം ചെയ്യേണ്ടാവില്ല, അല്ലെങ്കിൽ ഹതയാസനായിരിക്കും ചെയ്യേണ്ട, നിങ്ങൾ പത്മാസനത്തിലായിരിക്കും ചിലപ്പോൾ ഇരിക്കേണ്ടാവുക, അല്ലെങ്കിൽ വജ്രാസനത്തിലായിരിക്കും ഇരിക്കേണ്ടാവുക. നിങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിലപ്പോൾ പത്മാസനം, വജ്രാസനം ഒന്നും അറിയാത്ത ആൾക്കാർ സാധാരണ ഇരുന്നിട്ടോ നിന്നിട്ടോ നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, അല്ലെ ബ്രീത്തിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം, വാക്കിംഗ് ചെയ്യാം. നിങ്ങളെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ആൾക്കാരൊപ്പം നിങ്ങൾ കൈ പിടിച്ചിരിക്കുക. ഞാൻ ഇപ്പം വരുന്നേക്കാൾ മുമ്പ് എൻ്റെ വൈഫിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. വൈ? ബിക്കോസ് ഷീ ഇസ് മൈ എനർജി. ഹൗ മെനി ഓഫ് യു അഗ്രി ദാറ്റ് പുട്ട് ഇ? ബിക്കോസ് യുവർ ഫ്രണ്ട്സ്, യുവർ ഫാമിലി മെമ്പേഴ്സ് ആർ യുവർ എനർജി. ഞാൻ സംസാരിച്ച് വന്ന് ഞാൻ പറയും, ഇനി ഞാൻ പോയിട്ട് ക്ലാസ് എടുത്ത് ഞാൻ വരാം, 10:15 ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് എന്നോട് ഒരു കാര്യം എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പോയിട്ട് വരാം, എന്നിട്ട് ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. യു ഹാവ് ടു give them the time. എനിക്ക് എപ്പോഴും ടൈം നിങ്ങൾക്ക് അപ്പം കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ വാഗ്ദാനം കൊടുക്കാതെ ഞാൻ വന്നിട്ട് ചെയ്തു തരാം. ഞാൻ അപ്പോൾ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഞാൻ ചെയ്തു തരാം, 10:10 ഞാൻ തിരിച്ചു വരും, എന്നിട്ട് ഞാൻ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്ത് അത് കംപ്ലീറ്റ് ആഡ് ചെയ്യാം. Go and calculate and put your total in the last column. All of you in the last row. That is so we just worked out on S1. So if you're done, then type D. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ D എന്ന് ടൈപ്പ് ചെയ്യുക. All of you. Very good. Excellent. I want everyone to type D. Right, very good, excellent. I want everyone. It's a fast thing. It's not a rocket science.
So please go ahead. Okay, let's move on to the third column, which is S2. Let's go for S2. S2 in the type S2. Let's move on to S2. All of you, just go to S2, type S2. And we are going to work on S2. വളരെ ഫാസ്റ്റ് ആയിരിക്കണം. ഞാൻ വളരെ സ്പീഡിൽ സംസാരിക്കാം, അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്ന സ്പീഡിൽ. ഐ എം നോട്ട് ടോക്കിംഗ് വെരി സ്ലോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു S2. ക്വസ്റ്റ്യൻ നമ്പർ 21. യു മാനേജ് ടു സ്റ്റേ കാം വെൻ സ്ട്രെസ്. എപ്പോഴും ഒരു സ്ട്രെസ് വരുമ്പോൾ അത് വളരെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക. എല്ലാം അപ്പം നിങ്ങൾക്ക് ടെൻഷൻ വരുന്നത്, നിങ്ങൾ ആങ്സൈറ്റി വരുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഡിസോർഡർ ആയിട്ട് വ്യക്തിയാണെങ്കിൽ, മറന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്യുക. ലെറ്റ്സ് മൂവ് ഓൺ ടു 22. യു ഹാൻഡിൽ സ്ട്രെസ് വിത്ത് ഈസ്. ഇതേപോലത്തെ ആദ്യത്തെ നമ്പർ 21, നമ്മൾ ബാക്കിൽ പോയി കഴിഞ്ഞാൽ 21 ക്വസ്റ്റിനോട് റിലേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് 22. യു ഹാൻഡിൽ സ്ട്രെസ്. സ്ട്രെസ് വന്നാൽ നിങ്ങൾ എല്ലാവർക്കും സ്ട്രെസ് വരും. ചില സ്ട്രെസ് നല്ലതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ, ഒരു ഡെഡ് ലൈൻ എന്തിനാൽ തരുന്നത്? നിങ്ങൾക്ക് സ്ട്രെസ് വരാനാണ് ആ ഡെഡ് ലൈൻ തരുന്നത്. ആ ഡെഡ് ലൈനിന് മുമ്പ് നിങ്ങൾ ചെയ്ത് തീർക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റേജിൽ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ആ സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സ്ട്രെസ് ഉണ്ട്, നല്ലതല്ലാത്ത സ്ട്രെസ് ഉണ്ട്. നല്ലതല്ലാത്ത സ്ട്രെസ് വരുമ്പോഴും നിങ്ങൾ അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. നല്ല സ്ട്രെസ് വരുമ്പോഴും അത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക, അല്ലെങ്കിൽ നിങ്ങളൊരു ക്രോസ് മാർക്ക് ഇടുക. 23. യു ഗോ സ്റ്റഡിലി ടു സ്റ്റേ സ്ട്രെസ് ഫ്രീ. എപ്പോഴും നിങ്ങൾ സ്റ്റഡിലി, നിങ്ങൾ എപ്പോഴും സ്റ്റഡി. അതായത് ഇതിനെ നമ്മൾ ഒരു ലീഡർഷിപ്പിൽ കൺസിസ്റ്റൻസി എന്ന് പറയാം, അല്ലാണ്ട് സി എന്ന് ടൈപ്പ് ചെയ്യുക. കൺസിസ്റ്റൻസി, അതായത് അത് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് സ്ട്രെസ് നിങ്ങൾ മുഖത്ത് അത് കാണില്ല. ഒരു ഉദാഹരണം, ഇപ്പോൾ ഒരു TV ചാനൽ ന്യൂസ് റീഡർ വായിക്കുമ്പോൾ ഒരിക്കലും ആ ഫേസിൽ ആ ഒരു സ്ട്രെസ് കാണില്ല. നല്ല കാര്യങ്ങളും മരിച്ചുപോയ കാര്യങ്ങളും ബോംബിട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അവാർഡ് ഇട്ട കാര്യം പറയുമ്പോൾ ആ വ്യക്തി കൂടുതൽ ചിരിക്കണമില്ല, കൂടുതൽ കരയണ ദുഃഖം ഒന്നും ആ ഫേസിൽ കാണില്ല. എത്ര പേർക്ക് മനസ്സിലായി? CC, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനെ നമ്മൾ പറഞ്ഞു, അതായത് അത് ഫേസ് വളരെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ്. അത് പ്രൊഫഷണലിസമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ, നിങ്ങളൊരു ചീഫ് ആണെങ്കിൽ, നിങ്ങളൊരു CEO ആണെങ്കിൽ, നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ, ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ മേലെയുള്ള വിശ്വാസം ആൾക്കാർക്ക് പോകും. നിങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, നിങ്ങൾ ബിഹേവിയറിൽ കൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ, നിങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സ് നിങ്ങളെ വിശ്വാസം പറ്റപ്പോൾ, നിങ്ങൾ എത്ര തന്നെ കഴിവുള്ള വ്യക്തിയാണെങ്കിലും അവർ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം വിശ്വാസം ഏറ്റവും വലുതാണ്. ആ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഈസ് ദ കീ. ലെറ്റ്സ് ഗോ ടു 24. യു മാനേജ് ടൈം എഫക്റ്റീവ്ലി. നിങ്ങളുടെ ടൈം നന്നായിട്ട് നിങ്ങൾ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ടൈം മാനേജ്മെൻറ്റ് പദത്തിനോട് എനിക്ക് ഒരു ഇതില്ല. ഐ ഡോണ്ട് അഗ്രി ടു ദാറ്റ്. ഇറ്റ്സ് ആക്ടിവിറ്റി മാനേജ്മെൻറ്റ്. എങ്ങനെ നിങ്ങൾ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ പ്രയോറിറ്റി ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ ടൈം എല്ലാവരും ഈ ടൈം മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന കാരണമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. അതായത് നിങ്ങൾക്കറിയാം എന്താണ് ചെയ്ത് തീർക്കേണ്ടത്, എപ്പോഴാണ് ചെയ്ത് തീർക്കേണ്ടത്, എത്ര മണിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണം, എത്ര പെർസെൻറ്റേജ് ചെയ്ത് തീർക്കണം എന്നുള്ള വളരെ കൃത്യമായിട്ട് അറിയുന്ന വ്യക്തിയാണ് നിങ്ങൾ. അത് എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് എഴുന്നേൽക്കുന്നതും, നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബുക്ക് വായിക്കുന്നതും, നിങ്ങൾ പ്രെയർ ഉണ്ടെങ്കിൽ പ്രയറിൻ്റെ ടൈം, ഇതേപോലത്തെ മീറ്റിങ്ങിൻ്റെ എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ആ ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക, അല്ലെങ്കിൽ ഒരു ക്രോസ് മാർക്ക് ഇടുക. 25. യു ഡെവലപ്പ് സ്ട്രെസ് ഹാൻഡ്ലിംഗ് സ്കിൽസ്. നമ്മൾ ആദ്യം 11 മുതൽ 20 വരെയിലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വീണ്ടും ഇതന്നെ ആവർത്തിക്കുകയാണ്. യു ഡെവലപ്പ് സ്ട്രെസ് ഹാൻഡ്ലിംഗ് സ്കിൽസ്. വ്യത്യസ്ത തരത്തിലുള്ള സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ യോഗ ആയിരിക്കാം, ചിലപ്പോൾ അത് ബ്രീതിങ് എക്സസൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ താഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ മാർഷൽ ആർട്സ് ആയിരിക്കും. ഞാനൊക്കെ മാർഷൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ചിലർ തൈക്വാൻഡോ ആയിരിക്കാം, കെൻഡോ ആയിരിക്കാം, ജുജുത്സു ആയിരിക്കാം. നിങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യുന്നത്. ചില ഈ മാർഷൽ ആർട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ബ്രീതിങ് എക്സസൈസ് ചെയ്യും. ഒരുപാട് കാട്ടാന്ന് പറയും. കാട്ടാസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ എന്താണ് ആ സ്ട്രെസ്സൊക്കെ പോയിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടാകും. ചിലർ നീന്താനായിരിക്കും പോകുന്നുണ്ടാവില്ല, ചിലർ ഫിഷിങ്ങിനായിരിക്കും പോകുന്നുണ്ടാവുക. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അല്ലാതെ നമ്മൾ എല്ലാവരും പറഞ്ഞ പോലെ ഒരൊറ്റ കാര്യമല്ല ചെയ്യല്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണ് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യല്. അത് നിങ്ങൾക്ക് ഏതാ കറക്റ്റായി തോന്നുന്നത് അത് ചെയ്യാം. 26. You focus on completing task one at a time. നിങ്ങൾ വളരെ ഫോക്കസ് ഒരു ടാസ്ക് ഒരു നേരത്തെ കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തി, അല്ലാതെ ഒരു 10 ടാസ്ക് ഒരുമിച്ച് നിങ്ങൾ ടേബിൾ വെക്കുന്ന വ്യക്തിയല്ല. one at a time. അതിനെ നമ്മൾ PO1 എന്ന് പറയും. എല്ലാവരും ടൈപ്പ് ചെയ്യുക, PO1 എന്ന് ടൈപ്പ് ചെയ്യുക. What is PO1? PO1 stands for the power of one. PO1 means power of one. ഞങ്ങൾ ഇവിടെ അക്കാഡമിയിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആ ഫോക്കസ് എന്ന കാര്യം 100% അതിൽ നിങ്ങൾക്ക് ടാർഗറ്റിൽ അല്ലെങ്കിൽ ബുൾസ് ആയിൽ എത്തിക്കാൻ നോക്കുക. അല്ലാതെ 2 കാര്യം 3 കാര്യം ചെയ്യാൻ പാടില്ല. ഈവൻ ഞങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ
ടീം മെമ്പേഴ്സ് ഗോൾ സെറ്റ് ചെയ്യണം. ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല 3 ഗോൾ മാത്രം സെറ്റ് ചെയ്യാൻ പാടുള്ളൂ, ആ 3 ഗോളും അച്ചീവ് ചെയ്യാൻ പാടുള്ളൂ. 4ാമത്തെ ഗോൾ നിങ്ങൾക്ക് പാടില്ല, അത് വേറെ കൊണ്ടെങ്കിലും ചെയ്യിക്കണം. അതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുക. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പം പറയാൻ പോകുന്നില്ല. പക്ഷേ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, യു ടേക്ക് 1 ടാസ്ക്, ഇറ്റ്സ് കോൾഡ് ദ PO1, ദ പവർ ഓഫ് 1. 27 യു സെറ്റ് സ്മോൾ ഗോൾസ് ടു മാനേജ് ലാർജ് ടാസ്ക്. അതായത് വലിയൊരു ടാസ്ക് ഉണ്ടെങ്കിൽ അതിനെ ചെറുതായി മുറിക്കുക. അതിനെ നമ്മൾ ചങ്കിങ് ഡൗൺ NLPയിൽ പറയാം. അതിനെ ചെറിയ ഗോളായിട്ട് മാറ്റുക. ആ ചെറിയ ഗോളിനെ വീണ്ടും നമ്മൾ ചെറുതാക്കി മാറ്റാം, മൈൽ സ്റ്റോൺ എന്ന് പറയും. അതിനെ കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. വളരെ കൃത്യമായിട്ട് മൈൽ സ്റ്റോൺ സെറ്റ് ചെയ്ത് ചിലപ്പോൾ നിങ്ങളായിരിക്കും ചെയ്യേണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാഫ് മെമ്പേഴ്സിനായിരിക്കും പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോട് അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡിനോട് പറയുമായിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, ബാക്കിയുള്ള ഞാൻ ചെയ്തോളാം. ഒരു ആക്ടിവിറ്റി വരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഭവം വരാൻ, ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ ഒരു ലെറ്റ്സ് സേ ഒരു ലൈവ് ഇവൻറ്റ് വരികയാണ്. ആ ലൈവ് ഇവൻറ്റിനെ തന്നെ നമ്മൾ മുറിച്ചിട്ട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും, ഒന്ന് സ്റ്റേജ് ആയിരിക്കും, ഒന്ന് റിസപ്ഷൻ ആയിരിക്കും, ഒന്ന് ഫുഡായിരിക്കും, ഒന്ന് വ്യത്യസ്ത സാധനമായിട്ട് നമ്മൾ അതിനെ മുറിച്ചു. ആ മുറിച്ചതിനെ തന്നെ വീണ്ടും മുറിക്കുക. അതിനെയാണ് മൈൽ സ്റ്റോൺ എന്ന് പറയുക. എത്ര പേർക്ക് മനസ്സിലായി? സേ ക്രിസ്റ്റൽ ക്ലിയർ, സി എന്ന് ടൈപ്പ് ചെയ്യുക. ക്രിസ്റ്റൽ ക്ലിയർ. ഒരു വലിയ ഫംഗ്ഷന് നമ്മൾ മുറിച്ച് വ്യത്യസ്ത ഭാഗങ്ങളാക്കിയിട്ട് അതിന് വ്യത്യസ്ത ആൾക്കാർക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ ചങ്കിങ് ഡൗൺ എന്ന് പറയുക. 28 യു ബ്രേക്ക് ടാസ്ക് ഇൻ ടു മാനേജബിൾ സ്റ്റെപ്സ്. ഇപ്പോൾ 27 പറഞ്ഞതിന് പോലെ തന്നെയാണ് 28. യു ബ്രേക്ക് ടാസ്കുകൾ നിങ്ങൾ മാനേജബിൾ സ്റ്റെപ്സ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനേജബിൾ എന്നുള്ള എന്ന് ടൈപ്പ്. മാനേജബിൾ. ചിലൊരു സ്റ്റെപ്പ് ഉണ്ടാക്കും, ആ സ്റ്റെപ്പ് മാനേജബിൾ ആയിരിക്കില്ല. മാനേജബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാനേജബിൾ ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം. അതാണ് നമ്മൾ എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യും. നമ്മളിവിടെ ഗോൾ സെറ്റിങ്ങിനെ പറ്റി പറയുന്നില്ല, വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മൾ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് എല്ലാം പറയുന്നത്. നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണ ഒന്ന് പറഞ്ഞത് ഇറ്റ് ഹാസ് ടു ബി സ്മാർട്ട്, SMART. എല്ലാവരും ടൈപ്പ് ചെയ്യുക, SMART. സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, ആക്ഷനബിൾ ആയിരിക്കണം. R stands for ഇറ്റ്സ് റിയലിസ്റ്റിക് ആയിരിക്കണം, റിലവൻറ്റ് ആയിരിക്കണം, റിസ്ക് ഇൻവോൾവ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് സ്മാർട്ട് എന്നുള്ളത്. ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തുണ്ടാവും. കാരണം അതിൽ വേറെ ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട് സ്മാർട്ടിന്. അതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെഷറബിൾ എന്ന് പറയുമ്പോൾ മാനേജബിളും വരുന്നുണ്ട്. മാനേജബിൾ അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് ഉണ്ടാക്കുമ്പോൾ മാനേജബിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ആണ് ഉണ്ടാക്കേണ്ടത്. മാനേജ് അല്ലാത്ത സ്റ്റെപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് 28. 29 യു റിക്കവർ ക്വിക്ക്ലി ഫ്രം മൈനർ സെറ്റ് ബാക്ക്. ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് അതിൽ നിന്ന് ഉയർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നമ്മൾ സെറ്റ് ബാക്കിനെ പറ്റി പറയുമ്പോൾ 3 കാര്യം നമ്മൾ ഓർക്കണം. സെറ്റ് ബാക്ക് എന്ന് പറ്റി പറയുമ്പോൾ 3 കാര്യം. ഒന്ന് ബ്രേക്ക് ഡൗൺ എന്ന് പറയും. എന്താണ് BD? ബ്രേക്ക് ഡൗൺ. എല്ലാവരും ടൈപ്പ് ചെയ്യുക, BD എന്ന് ടൈപ്പ് ചെയ്യുക. BD സ്റ്റാൻഡ്സ് ഫോർ ബ്രേക്ക് ഡൗൺ. ദ സെക്കൻഡ് വൺ ഇസ് ബ്രേക്ക് ഈവൻ, BE. ബ്രേക്ക് ഈവൻ എന്നാ പറയാം. ആദ്യത്തെ ബ്രേക്ക് ഡൗൺ, രണ്ടാമത്തെ ബ്രേക്ക് ഈവൻ, മൂന്നാമത്തെ ബ്രേക്ക് ത്രൂ, അതായത് BT എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ ബ്രേക്ക് ത്രൂ ആണ് ചെയ്യണം. അതിൽ കൂടെ കടന്നു പോകണം, അങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകണം. അതാണ് ലീഡേഴ്സ് ചെയ്യാല്. ഒരു റോക്കറ്റ് കടന്നു പോണ പോലെ, ആ ഭിത്തികളൊക്കെ തുളഞ്ഞു പോണ പോലെ ആയിരിക്കണം. ആ ഭിത്തികളെ കണ്ട് പേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ അതാണ് നമ്മൾ പറയും ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അത് പിന്നെ മുമ്പോട്ട് പോകണില്ല. ഒരു കാർ, ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആവണ പോലെയാണ് ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഈവൻ എന്ന് വെച്ചാൽ ആ മതിലിന് മേലെ വന്ന് നിന്നിട്ടുണ്ട്, പക്ഷെ മുമ്പിലേക്ക് പോകാൻ പറ്റുന്നില്ല ആൾക്ക്. ബ്രേക്ക് ത്രൂ എന്ന് വെച്ചാൽ മതിലൊക്കെ ഇടിച്ചിട്ട് മുമ്പിലേക്ക് പോകണം. അങ്ങനത്തെ നിങ്ങൾക്ക് ആ മെന്റൽ സ്ട്രെങ്ത് നിങ്ങൾക്ക് വേണ്ടത്. ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ പിന്നീട് വരും. ആ മെന്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ വ്യക്തി ആണെങ്കിൽ നിങ്ങളൊരു S ടൈപ്പ് ചെയ്യുക. അല്ലാത്ത വ്യക്തി ആണെങ്കിൽ നിങ്ങൾ ക്രോസ് ചെയ്യുക. ലെറ്റ്സ് ഗോ ഫോർ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് കാറ്റഗറി. ഇറ്റ്സ് യു സ്റ്റേ ഓർഗനൈസ്ഡ് ടു മാനേജ് സ്ട്രെസ്. നിങ്ങൾ ഓർഗനൈസ്ഡ് ആണ്, നിങ്ങളുടെ ടീമിൻ്റെ ഒപ്പം ഓർഗനൈസ്ഡ് ആണ്, നിങ്ങളുടെ ഫയൽസ് ഓർഗനൈസ്ഡ് ആണ്, നിങ്ങളുടെ പ്രസന്റേഷൻ ഓർഗനൈസ്ഡ് ആണ്, നിങ്ങളുടെ മീറ്റിംഗ് ഓർഗനൈസ്ഡ് ആണ്, നിങ്ങളുടെ ടേബിൾ ഓർഗനൈസ്ഡ് ആണ്, നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് ഓർഗനൈസ്ഡ്. അങ്ങനത്തെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വ്യക്തി ആണെങ്കിൽ നിങ്ങൾ യെസ് എന്നെല്ലാം ടിക്ക് മാർക്ക് ചെയ്യുക. അല്ലാത്ത വ്യക്തിയാണ് ക്രോസ് മാർക്ക് ചെയ്യുക. Now what do? You add them together. You add them together, all of you. And if you're done, put a D. If you're done, then type a D there. Good, excellent. Go type a D. If you're done, then type a D. Very good. Lots of D coming in here. Lots of D coming in. Thank you very much to all of you to take part in this, to be very active here. Very good. Thank you very much. Thanks. So let's move on. Let's move on to the next one. Ready? All of you ready? Type R. If you're ready, just type R. Let's move on to the last 31 to 40. Let's type R. Very good. Excellent. There are a lot of R's coming in. Beautiful. Let's go for the last one. Let's see. എത്ര പേരാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ? കുറഞ്ഞിക്കണോ കൂടിക്കണോ നോക്കട്ടെ. Okay. Right. 364 leaders. Thank you very much. So now we're going to work on the last, that is BS.
ഓക്കെ, എന്താ ബി എസ് എന്നൊക്കെ ഞാൻ പറയാം. ബി എസ് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് തെറി പോലത്തെ ഒരു വാക്കാണ്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതല്ല നിങ്ങൾ ചിന്തിക്കേണ്ട. ബി എസ് എന്ന് വെച്ചാൽ ഓക്കെ, ദിസ് ഇസ് നല്ല വാക്കുണ്ട്, അതിന് വേറെ എന്താ പറയുക, ദാറ്റ് ഇസ് ബിലീഫ് സിസ്റ്റം എന്നും പറയും. ഓക്കെ, ബിലീഫ് സിസ്റ്റം എന്നുള്ള രീതിയിലും പറയും. ബട്ട് അതൊന്നുമല്ല, ഈ രണ്ട് വാക്കുമല്ല, നമ്മളിവിടെ വേറെ ഒരു അർത്ഥമുണ്ട്, അത് ഞാൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു 31. യു ക്രിയേറ്റ് എ ക്ലിയർ വിഷൻ. നിങ്ങളൊരു വളരെ ക്ലിയർ ആയിട്ട് വിഷൻ ചെയ്യുന്ന വ്യക്തിയാണ്. ക്ലിയർ ആയിട്ട് ഒരു വിഷൻ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ എത്തണം, നിങ്ങളെ ഹെൽത്ത് എവിടെ എത്തണം, നിങ്ങളെ റിലേഷൻഷിപ്പ് എവിടെ എത്തണം, നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ എവിടെ എത്തണം, നിങ്ങളുടെ ടീം എവിടെ എത്തണം, നിങ്ങളുടെ ബിസിനസ് എവിടെ എത്തണം, നിങ്ങളുടെ പ്രൊഫഷൻ എവിടെ എത്തണം എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പോവുള്ളൂ. ഇത്രയും ഞങ്ങൾക്ക് പറഞ്ഞത് ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളൊരു ടിക്ക് മാർക്ക് ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ഇടുക. നമ്പർ 32, യു സെറ്റ് സ്പെസിഫിക് ഗോൾ. ഓർമ്മയുണ്ട് ഞാൻ സ്മാർട്ട് എന്ന് പറഞ്ഞ്, സ്മാർട്ടിലെ ആദ്യത്തെ അക്ഷരം എസ് ആണ്. സ്പെസിഫിക് എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിരിക്കണം. വളരെ ക്ലിയർ എന്ന് വെച്ചാൽ വേറെ ഒന്നും കാണാൻ പാടില്ല, അതല്ലാതെ വേറൊരു സംഭവം കാണാൻ പാടില്ല. അവിടെയാണ് PO1 എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ദ പവർ ഓഫ് വൺ എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വെറുതെ ഉണ്ടാക്കി പറഞ്ഞല്ല, ഇത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സാധനം. PO1 എന്ന് വെച്ചാൽ പവർ ഓഫ് വൺ. ആ പവർ ഓഫ് വൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം. നിങ്ങൾ സ്പെസിഫിക് ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിൽ മേലെ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. നമ്പർ 33, യു പ്രയോറിറ്റൈസ് ഡെയിലി ടാസ്ക്. ഓർമ്മയുണ്ട് ഞാൻ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള പദം തന്നെ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത്. കാരണം നിങ്ങൾക്കും എനിക്കും ഒരു രാജാവിനും ഒരു പ്രസിഡന്റിനും പ്രൈം മിനിസ്റ്ററിനും ജോലിയൊന്നും ഇല്ലാത്ത വ്യക്തിക്കും 24 മണിക്കൂറേ ഉള്ളൂ. ആ 24 മണിക്കൂറിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ്, ഏതാണ് അർജൻറ്റ് എന്നുള്ള കൃത്യമായിട്ട് അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഇടുക. അല്ലാത്ത വ്യക്തിയാണ് ക്രോസ് മാർക്ക് ഇടുക. എന്താണ് വഴിയിൽ വരുന്നത് അത് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ ക്രോസ് മാർക്ക് ഇടുക. നിങ്ങൾക്ക് നാളെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് ഇന്ന് രാത്രി കിടക്കുന്നേക്കാൾ മുമ്പ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. അല്ലെ നാളെ പകലതിന് ശേഷം നോക്കാം എന്താണ് വരുന്നത്, അത് അനുസരിച്ച് നോക്കാം എന്നുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ഇടുക. 34, യു ഹോൾഡ് യുവർ സെൽഫ് അക്കൗണ്ടബിൾ. എന്ത് നടന്നാൽ നിങ്ങൾ അക്കൗണ്ടബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. ഒരു ലീഡർ എപ്പോഴും അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. ഒരു ലീഡർ എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്. അതായത് നിങ്ങൾ അച്ചീവ് ചെയ്താലും അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പോഴും നിങ്ങൾ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക. അല്ലാതെ പറയത് അത് എൻ്റെ മാനേജറിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ കാലാവസ്ഥൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ കുഴപ്പമാണ്, ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ ക്രോസ് മാർക്ക് ഇടുക. അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൻ്റെ അടുത്ത് ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കസ്റ്റമർ സർവീസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ, നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഹൈജീൻ കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, എവിടേക്കാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് അതുപോലും നിങ്ങൾ ആസ് എ ലീഡർ ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു പുട്ട് എ ടിക്ക് മാർക്ക്, അതർവൈസ് പുട്ട് എ ക്രോസ് മാർക്ക്. ലെറ്റ്സ് ഗോ ഫോർ 35. യു ബ്ലോക്ക് ടൈം ഫോർ കീ ടാസ്ക്. അതായത് കീ ടാസ്കിന് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യുന്ന വ്യക്തിയാണ്, ടൈം ബ്ലോക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഇന്നത്തെ കീ ടാസ്ക് നിങ്ങളുടെ ഒന്നുള്ളത് 9 മണി മുതൽ 10:15 അല്ലെങ്കിൽ 10:30 വരെ നിങ്ങൾ ടൈം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം നിങ്ങൾ ഇവിടെ ഉള്ളത് ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങൾ അമ്മ ഉണ്ടാവും, അച്ഛനുണ്ടാവും, മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, ഹസ്ബൻഡ്, അവരോടൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും 9 മണി മുതൽ 10:15 വരെ ഇനി ശല്യം ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യാണ്ട്. എത്ര പേര് അത് പറഞ്ഞിട്ടില്ല, വീട്ടിൽ പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കണം, എത്ര പേരുണ്ട് ആയിന്ന് ടൈപ്പ്. നിങ്ങളത് പറഞ്ഞ് വളരെ ക്ലിയർ ആയിട്ട് ടൈം ബ്ലോക്ക് ചെയ്തിട്ടാണ് നിങ്ങളിത് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കംപ്ലീറ്റ് മൈൻഡ്ഫുൾ. ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ടൈപ്പ് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ ഓരോ കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വിജയം എന്ന് വെച്ചാൽ സംഭവം നിങ്ങളുടെ അടുത്തേക്ക് വരും. വേറെ ഒന്നുമില്ല, പേടിക്കാനില്ല. നിങ്ങൾ കംപ്ലീറ്റ് ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് PO1 എന്നുള്ള ആ ഫോർമുല യൂസ് ചെയ്യണം, പവർ ഓഫ് 1 എന്നുള്ള ഫോർമുല നിങ്ങൾ യൂസ് ചെയ്യണം. യു ബിക്കം സോ valuable and everything comes to you. You should not be going behind success. Success has to come to you. നിങ്ങൾ ഒരിക്കലും വിജയത്തിൻ്റെ അല്ല സക്സസിൻ്റെ ബാക്കിലല്ല പോയില്ല. സക്സസ് നിങ്ങൾ തേടിയിട്ടാണ് വരേണ്ടത്, അല്ലാതെ നിങ്ങൾ സക്സസിനെ തെരഞ്ഞിട്ടല്ല പോയില്ല. നിങ്ങളുടേതായ പ്രൊഡക്ടിവിറ്റി, നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ മേലോട്ട് കൊണ്ടുവരാണെങ്കിൽ, if you are becoming more result oriented and you are become more productive, automatically what's going to happen? The success is going to come to you. The success, you will start attracting success. You don't have to go behind success. 36, you eliminate distraction. എന്ത് തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ആണ് നിങ്ങൾ അത് ഒഴിവാക്കുന്ന വ്യക്തിയായിരിക്കണം. എൻ്റെ മൊബൈലിൽ യൂട്യൂബ് ഉണ്ട്, എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എൻ്റെ മൊബൈലിൽ വാട്സപ്പ് ഉണ്ട്, എൻ്റെ മൊബൈലിൽ ഫേസ്ബുക്ക് ഉണ്ട്. പക്ഷേ അതൊന്നും ഞാൻ നോക്കില്ല. എനിക്ക് നോക്കേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം നോക്കുള്ളൂ. അതായത് യൂട്യൂബ് തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് കാര്യം എനിക്ക് പഠിക്കാനുള്ളത് അത് മാത്രം പോയി നോക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊമോഷൻ ചെയ്യാനുള്ള വേറെ വീഡിയോസ് ഒന്നും നോക്കില്ല. കാരണം എനിക്കറിയാം, നോക്കിക്കഴിഞ്ഞാൽ 24 മണിക്കൂർ അത് നോക്കിയിരിക്കുകയുള്ളൂ എന്ന് അറിയാം. ബിക്കോസ് ഐ ഡോണ്ട് അലൗ ദ യൂട്യൂബ്, ഐ ഡോണ്ട് അലൗ സംതിങ് എൽസ് ടു കൺട്രോൾ മീ. മറ്റുള്ള സാധനങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യാൻ
സമ്മതിക്കില്ല. ഞാൻ തന്നെ എൻ്റെ ജീവിതം കൺട്രോൾ ചെയ്യണം, ഞാനാണ് എൻ്റെ ജീവിതത്തിൻ്റെ പൈലറ്റ് ആവേണ്ടത്. എത്ര പേര് അംഗീകരിക്കണം? നിങ്ങളായിരിക്കും you have to be the captain and the commander of your life. How many of you agree to that? Say I. You have to take responsibility. You have to be accountable for each and everything that you're doing in life. Don't blame the company. Don't blame your manager, your colleagues or your parents. Don't blame them. You have to take responsibility. If you're not able to take responsibility, then how can you become a leader? Because leadership is all about responsibility. Responsibility ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് ലീഡർ. അത് ഈ ഡിസ്ട്രാക്ഷൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ മാത്രമാണെന്നില്ല. നിങ്ങളെ ഏറ്റവും നല്ല ഫ്രണ്ട് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ ആയിരിക്കാം, നിങ്ങളുടെ പാരൻസ് ഡിസ്ട്രാക്ഷൻ ആയിരിക്കാം, നിങ്ങളുടെ മദർ ഡിസ്ട്രാക്ഷൻ ആയിരിക്കാം, നിങ്ങളുടെ കൊലീഗ് ഡിസ്ട്രാക്ഷൻ ആയിരിക്കാം, നിങ്ങളുടെ മക്കൾ ഡിസ്ട്രാക്ഷൻ ആയിരിക്കാം. അവരൊക്കെ മാറ്റി നിർത്തുന്നത്. നിങ്ങൾ ഒന്നിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിനൊക്കെ മാറ്റി നിർത്തിയാലേ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ 10:30 വരെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മദറോ അല്ലെങ്കിൽ എൻ്റെ ഫാദറോ അല്ലെങ്കിൽ എൻ്റെ വൈഫോ ഞാൻ ഈ സംസാരിക്കുന്ന ഇടയിൽ വന്നു കഴിഞ്ഞാൽ അവർ പോലും ഡിസ്ട്രാക്ഷൻ ആയിട്ടാണ് മാറുന്നത്. എത്ര പേര് അംഗീകരിക്കും? നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികൾ പോലും നമുക്ക് ഡിസ്ട്രാക്ഷനായി മാറും. നമ്മൾ ഫോക്കസ് മാറ്റും അവർ. അപ്പോൾ യു ഹാവ് ടു ബി വെരി ക്ലിയർ. അവരോട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ ഫ്രം ദിസ് ടൈം ടു ദിസ് ടൈം. യു ഹാവ് ടു ബ്ലോക്ക് ആൻഡ് യു ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ്. യു ഹാവ് ടു ഡിസ്ട്രാക്ട് എവറിത്തിങ് ദാറ്റ് ഇസ് കമ്മിങ് ഓൺ യുവർ വേ. 37 യു ഇൻസ്പയർ യുവർ ടീം ഡ്യൂറിങ് ചാലഞ്ചസ്. നമ്മളെല്ലാവരും ചാലഞ്ചസ് കൂടെ പോകും. നമ്മൾ പോകും, നമ്മുടെ ടീം പോകും, നമ്മുടെ ഓർഗനൈസേഷൻ പോകും, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പോകും, അത് എല്ലാവരും പോകും, നമ്മൾ കമ്മ്യൂണിറ്റി പോകും. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ ടീമിനെ കംപ്ലീറ്റ് നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. യു മോട്ടിവേറ്റ് ദം, യു ഇൻസ്പയർ ദം, യു ചാലഞ്ച് ദം ടു ഗോ ഫോർവേഡ്. അവരെ ഒരിക്കലും തളർത്താതെ. ചിലപ്പോൾ നിങ്ങൾ തളർന്നു, ഫിനാൻഷ്യലി നിങ്ങൾ തളർന്നിട്ടുണ്ടാവും, പക്ഷേ ആ തളർച്ച ഒരിക്കലും നിങ്ങളുടെ ഫേസിൽ കാണിക്കാതെ നിങ്ങളുടെ ടീമിനെ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡർ ആണെങ്കിൽ യു പുട്ട് എ ടിക്ക് മാർക്ക്, അതർവൈസ് പുട്ട് എ ക്രോസ് മാർക്ക്. 39 യു ഡെലിഗേറ്റ് എഫക്റ്റീവ്ലി. ഓരോ കാര്യം നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു ദ പവർ ഓഫ് വൺ. യു ഷുഡ് നോട്ട് ബി ഡൂയിങ് മോർ ദൻ 3 things. 3 കാര്യത്തിന് മേലെ നിങ്ങൾ ഓരോ ദിവസം ചെയ്യാൻ പാടില്ല. 3 കാര്യം വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കാര്യങ്ങൾ മാത്രമേ ഓരോ ദിവസം ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ടാസ്ക് ഉണ്ടെങ്കിലും അത് ഡെലിഗേറ്റ് ചെയ്യണം, അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ചിലവരൊക്കെ ടു ഡു ലിസ്റ്റ് അറിഞ്ഞിട്ട് പഠിപ്പിക്കണം. ഞങ്ങൾ അതിനെ എതിർക്കുന്ന വ്യക്തിയാണ്. നഖശികാന്തം എതിർക്കുന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഒരു കോൾ ടു ഡു ലിസ്റ്റ് എന്ന സംഭവമില്ല. നമ്മൾ അതിനെ പകരം അച്ചീവ്മെന്റ് ലിസ്റ്റ് ഉണ്ടാക്കില്ല. എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡൂയിങ് തിങ്സ്. നിങ്ങൾ ഒരിക്കലും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡൂയിങ് തിങ്സ്, യു ഹാവ് ടു ഗെറ്റ് തിങ്സ് ഡൺ. ലീഡേഴ്സ് ഒരിക്കലും കാര്യങ്ങൾ ചെയ്യില്ല. ലീഡേഴ്സ് എപ്പോഴും കാര്യങ്ങൾ ചെയ്യുക. എത്ര പേര് മനസ്സിലായി? CC ടൈപ്പ് ചെയ്യുക. CC. ലീഡേഴ്സ് ഒരിക്കലും കാര്യം ചെയ്യില്ല. നമ്മൾ ചോദിക്കേണ്ടത് ഹൗ ക്യാൻ ഐ ഗെറ്റ് ദിസ് തിങ് ഡൺ? യു ഷുഡ് നോട്ട് ബി ഡൂയിങ് എവറിത്തിങ് ലൈക്ക് എ ലേബർ. യു ആർ നോട്ട് ദ വർക്കർ, യു ആർ എ ലീഡർ. യു ഷുഡ് നോട്ട് ബി വർക്കിംഗ് ഇൻ ദ ബിസിനസ്, യു ഷുഡ് ബി വർക്കിംഗ് ഓൺ ദ ബിസിനസ്. ബിസിനസിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളാവരുത്. നിങ്ങൾ ബിസിനസ് മേലെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. അങ്ങനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് ബി ഡൂയിങ് ദ ടാസ്ക്, യു ഷുഡ് ബി ആസ്കിംഗ് യുവർ സെൽഫ് ഹു ക്യാൻ ഗെറ്റ് ദിസ് ടാസ്ക് ഡൺ. 39 യു ഫോക്കസ് ഓൺ the process, not on the result. നിങ്ങൾ ഓരോ സ്റ്റെപ്പ് മുമ്പിലേക്ക് പോകേണ്ട ഓരോ പ്രോസസ്സ്, നിങ്ങൾക്ക് ഒരു SOP ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഒരു പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. ആ പ്രൊസീജിയർ കറക്റ്റ് ആണെങ്കിൽ, ഒരു സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ, ഒരു സ്ട്രാറ്റജി കറക്റ്റ് ആണെങ്കിൽ അതിന് ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണ്. അല്ലാതെ ടാസ്കിൽ അല്ലെങ്കിൽ ആ റിസൾട്ടിലല്ല ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആ റിസൾട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സങ്കടപ്പെടുകയുള്ളൂ. സോ ഡോണ്ട് ഫോക്കസ് ഓൺ ദ റിസൾട്ട്. റാദർ ദൻ ഫോക്കസിങ് ഓൺ ദ റിസൾട്ട്, യു ഫോക്കസ് ഓൺ ദ പ്രോസസ് or you focus on the procedure that you do. And 40, the last question is you learn from setbacks. ഓരോ തെറ്റുകളിൽ നിന്ന്, ഓരോ മിസ്റ്റേക്ക് നമ്മൾ പഠിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ആണെങ്കിൽ നിങ്ങൾ ടിക്ക് മാർക്ക് ഇടുക, അല്ലാത്ത വ്യക്തിയാണോ ക്രോസ് മാർക്ക് ഇടുക. Total. What's the total? Put the total, and if you're done then type D. നിങ്ങൾ ടോട്ടൽ ചെയ്തതിനു ശേഷം D എന്ന് ടൈപ്പ് ചെയ്യാം. If you're done that then type D. ഇനി നിങ്ങൾക്ക് 4 ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. അവിടെ 4 ടോട്ടൽസ് കിട്ടിയിട്ടുണ്ട്. ആ ടോട്ടൽ ഏറ്റവും വലിയ ടോട്ടൽ ഏതാന്നുള്ള സർക്കിൾ ചെയ്യാം. ഏത് ടോട്ടലാണെന്നുണ്ട് സർക്കിൾ ചെയ്തിട്ട് അതിൻ്റെ ഹെഡിങ് ഇവിടെ ടൈപ്പ് ചെയ്യാം. B1 ആവാം, S1 ആവാം, S2 ആവാം, BS ആവാം. ഏതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അത് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ S1 ആവാം, S2 ആവാം, B1 ആവാം, BS ആവാം, അതിന് യാതൊരു കുഴപ്പമില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ വീണ്ടും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരോ കാര്യം ഞാൻ പറഞ്ഞു. ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എൻ്റെ വോയിസാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് കാരണം ഞാൻ ഈ കംപ്ലീറ്റ് എനർജി ഇട്ട് നിങ്ങളോട് പറയുന്ന കാരണം ഇറ്റ് ഹാസ് ടു ഗോ ഇൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. ആ സബ് കോൺഷ്യസ് മൈൻഡ് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയ്ക്ക് എനർജി എടുത്ത് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഗുഡ്, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു, ദ ലോ ഓഫ് ദ കപ്പ്. നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്യുക, LOC എന്ന് ടൈപ്പ് ചെയ്യുക. LOC, ഐ വോണ്ട് എവരിവൺ ടു ഗോ ആൻഡ് ടൈപ്പ് LOC. ദ ലോ ഓഫ് ദ കപ്പ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആരും പഠിപ്പിക്കില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ഇഫ് യു ആർ ലേണിംഗ് ദിസ്, യു ആർ ലേണിംഗ് ദിസ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് യു ആർ ഗെറ്റിംഗ് ദിസ് ഫ്രം ദ ഹോർസസ് മൗത്ത് ഡയറക്ട്ലി ഫ്രം മീ. സോ വാട്ട് ഈസ് ലോ ഓഫ് കപ്പ്?
4 തരത്തിലുള്ള കപ്പാണെന്ന് പറഞ്ഞു. ആദ്യത്തെ കപ്പ് B1 എന്നുള്ള കപ്പ് എന്ന് പറഞ്ഞു. ആ B1 ഇസ് കോൾഡ് എ ബ്രോക്കൺ കപ്പ്. ഒരു പൊട്ടിയ കപ്പാണ് ബ്രോക്കൺ കപ്പ്. അത് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾ B1 വിഷമിക്കണ്ട. ഓക്കെ, B1 ആവാം, നോ പ്രോബ്ലം. B2 ആവാം, സോറി S1 ആവാം, S2 ആവാം, BS ആവാം, ഒരു കുഴപ്പമില്ല. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബ്രോക്കൺ കപ്പാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇന്ന് പോയി കരയാനും നിൽക്കണ്ട. എത്ര പേര് ഓക്കെ എന്ന് ടൈപ്പ്, എല്ലാവരും ഓക്കെ എന്ന് ടൈപ്പ്. ഞാൻ ഇവിടെ എന്താണോ പറയുന്നത് അത് അതേപോലെ കോൺക്രീറ്റ് ആയിട്ട് എടുക്കരുത്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സെൽഫ് ഇവാലുവേഷൻ. അപ്പോൾ ദ ഫസ്റ്റ് കാറ്റഗറി ഇസ് കോൾഡ് ബ്രോക്കൺ കപ്പ്. ഈ ബ്രോക്കൺ കപ്പ് കഴിഞ്ഞാൽ രണ്ടാമത്തെ S1 എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കപ്പ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ഹൃദയമുള്ള ആൾക്കാരാണ് സെക്കൻഡ് വൺ. അവർക്ക് നോ എന്ന് പറയാൻ അറിയില്ല. അവരെല്ലാത്തിനും എസ് എന്ന് പറഞ്ഞ വ്യക്തികളാണ്. മൂന്നാമത്തെ ആൾക്കാർ സ്മോൾ. അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ചെയ്യാനുള്ള ഇതില്ല, മൈൻഡ് സെറ്റ്, വലിയ മൈൻഡ് സെറ്റില്ല. എല്ലാത്തിനും ലിമിറ്റഡ് മൈൻഡ് സെറ്റാണ്. വളരെ ചെറുതായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. നാലാമത്താണ് ബിഗ് സ്ട്രോങ് കപ്പ്. അവർക്ക് എന്ത് ചാലഞ്ച് കൊടുത്തു കഴിഞ്ഞാലും, അവരെ ലൊക്കേഷൻ മാറ്റിയാലും, അവരെ പൊസിഷൻ മാറ്റിയാലും, അവരെടുത്ത് എറിഞ്ഞാലും പോലും അവരതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തി. വളരെ സ്ട്രോങ്. അവർ ചീത്ത പറഞ്ഞാൽ പോലും അവർക്ക് യാതൊരു കുഴപ്പമില്ല. അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികളാണ് ദ സ്ട്രോങ് കപ്പ്. സോ let's look at the 4 quadrants. ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് 4 quadrantsiൽ കൂടെയാണ്. ആദ്യത്തെ ബ്രോക്കൺ കപ്പ് എന്ന് പറഞ്ഞ് അവരെ 2 ക്വാളിറ്റീസ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, വിശേഷണങ്ങൾ നന്നോന്ന് മലയാളത്തിൽ പറയാം. സോ ഐ ഗോയിങ് ടു ഷെയർ ദെയർ ക്വാളിറ്റീസ്. നമ്പർ 1, വളരെ പെട്ടെന്ന് തളർന്നു പോകുന്ന വ്യക്തികളാണ്, വ്യക്തിത്വമുള്ള വ്യക്തികളാണ് ഇവർ. അതായത് ദ ബ്രോക്കൺ കപ്പ്, അതാണ് ഫസ്റ്റ് ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് വെച്ചാൽ അവർക്ക് ഹെൽപ്പ് വേണം, നീഡ് വേണം, അവരെ കെയർ ചെയ്യാൻ. നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ അവരെ കെയർ ചെയ്തേ മതിയാവും. അത് ചിലപ്പോൾ നിങ്ങളെ സ്റ്റാഫ് മെമ്പർ ആവാം, അത് ചിലപ്പോൾ നിങ്ങളെ കൊലീഗ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ടീം മെമ്പർ ആവാം, ചിലപ്പോൾ നിങ്ങളെ മാനേജർ തന്നെ ആവും. ചിലപ്പോൾ മാനേജർമാരുണ്ട്, തകർന്നു പോകുന്ന മാനേജർമാരുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളെ വൈഫ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് ആവാം, ചിലപ്പോൾ നിങ്ങളുടെ മക്കളാവാം. എല്ലാ സ്ഥലത്തും ലീഡർഷിപ്പ് അപ്ലൈ ചെയ്യുന്നത്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം വെറും ഓഫീസിലും പൊളിറ്റിക്സിലും മാത്രം ചെയ്യുന്ന സംഭവമല്ല. ലീഡർഷിപ്പ് നമ്മൾ ജനിച്ച അന്ന് മുതൽ ലീഡർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ 16-ാമത്തെ വയസ്സിൽ 1993 ലീഡർഷിപ്പ് തുടങ്ങി. അന്ന് ഞാൻ 11ാം ക്ലാസ്, അതായത് +2 പഠിക്കുന്ന സമയത്ത് ലീഡർഷിപ്പ് ഏറ്റെടുത്ത. ഇന്ന് എനിക്ക് 58 വയസ്സുണ്ട്, പക്ഷേ ഇന്നും ഞാൻ ലീഡർഷിപ്പ് റോളിൽ വ്യത്യസ്ത മേഖലകളിൽ ലീഡർഷിപ്പ് റോള് വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ യു മസ്റ്റ് ബി ഏബിൾ. അവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണും. അതായത് ഹെൽപ്പ് നീഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്തേ മതിയാവും. സെക്കൻഡ് വൺ ഇസ് കോൾഡ് ദ സോഫ്റ്റ് കപ്പ്. സോഫ്റ്റ് കപ്പാണ് നമ്പർ 2. അതാണ് S1 എന്ന് നമ്മൾ പറയാം. അവരെന്താ വെച്ചാൽ അവർക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും അവർ എസ് എന്ന് പറഞ്ഞ ആൾക്കാരെ എന്ത് തന്നെ കൊടുത്താൽ ഈ S ആണ് നിങ്ങൾ അപകടത്തിൽ കൊണ്ടാവുക. എത്ര പേര് അംഗീകരിക്കുക? S എടോ എനിക്കൊരു 5000 രൂപ തരാം. എൻ്റെ അടുത്തില്ല, എന്നാലും ഞാൻ കടം വാങ്ങിച്ച് തരാം. കുടുങ്ങി. അതോടുകൂടി നിങ്ങളുടെ ജീവിതം പോയി കിട്ടി. ഈ ഒരു ജോലി ചെയ്യാൻ പറ്റുമോ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എന്നാലും വേണ്ട ഞാൻ ചെയ്തോളൂ, നീ അല്ല പറഞ്ഞു. എല്ലാത്തിനും S പറഞ്ഞ ആളാണെങ്കിൽ ഇന്ന് മുതൽ നോ എന്ന് പറയാൻ പഠിക്കുക. അതാണ് ലീഡർഷിപ്പ്. എല്ലാത്തിനും പോയിട്ട് S പറയരുത്. നിങ്ങളെ തല കൊണ്ടേക്ക് കൊടുക്കരുത്, നിങ്ങളെ പണം കൊണ്ടേക്ക് കൊടുക്കരുത്. നിങ്ങൾ ആകെ കുടുങ്ങി നാശാവും. സോ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നോ പറയേണ്ട സ്ഥലത്ത് നോ പറഞ്ഞേ മതിയാവും. ഇങ്ങനത്തെ സോഫ്റ്റ് കപ്പ് ആവാൻ പാടില്ല. സോഫ്റ്റ് നിങ്ങൾ മാറിയിരിക്കണം. ടേക്ക് ഓൺ അതേഴ്സ് വറീസ്. മറ്റുള്ളവരെ ബേജാറ്, മറ്റുള്ളവരെ വറീസ് നിങ്ങൾ അങ്ങോട്ട് ഏറ്റെടുക്കും. പിന്നെ നിങ്ങളാ ബേജാറാവില്ല. ഒരാളെ കഥ കേട്ടാൽ നിങ്ങൾ ബേജാറ്, ഒരു ന്യൂസ് കണ്ടുകഴിഞ്ഞാൽ നിങ്ങളാ ബേജാറ്. നിങ്ങൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കും. ഞാൻ എപ്പോഴും പറയേണ്ടത്, ഏതെങ്കിലും ഒരു കരയുന്ന ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം നിങ്ങൾ കരയും. അതേ സമയത്ത് അവിടെ നായകനും നായികയും അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, അവർ എൻജോയ് ചെയ്യുന്നുണ്ടാവും, അവർ ടൂർ അടിക്കുന്നുണ്ടാവും, നിങ്ങൾ ഇരുന്ന് കരയുന്നുണ്ടാവും. അതായിട്ട് എന്ത് കാര്യമുണ്ട്? നിങ്ങൾ സിമ്പത്തി എംപത്തി ഒക്കെ ഉണ്ട്. സിമ്പത്തൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എടുക്കാൻ പാടില്ല. നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരുപാട് കൗൺസിലേഴ്സിനെ കണ്ടിരിക്കണ്, ഓരോ സൈക്കോളജിസ്റ്റിനെ കണ്ടിരിക്കണ്. അവർ തകർന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ അവർ ഓരോ കഥ കേട്ടിട്ട് അവരും തകർന്നു വയ്ക്കണം. അങ്ങനെ ആവാൻ പാടില്ല. കാരണം അവർ പ്രൊഫഷണൽ നല്ലതായിരിക്കും, അവർ സൈക്കോളജിസ്റ്റ് ആയിരിക്കാം, അവർ കൗൺസിലേഴ്സ് ആയിരിക്കാം, അതൊക്കെ നല്ല കാര്യം, ഒരു തെറ്റില്ല അതിൽ, നല്ല പ്രൊഫഷനാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർ ഈ സോഫ്റ്റ് കപ്പായി മാറും. സോഫ്റ്റ് കപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടിങ്ങി. അവിടെ നമ്മൾ കുറച്ചും കൂടി ലീഡർഷിപ്പ് കൊണ്ടുവരും. എത്ര പേര് അംഗീകരിക്കണം ആയി. അപ്പോൾ മറ്റുള്ളവരുടെ കഥ കേട്ട് നിങ്ങൾ ആ കഥയിൽ ഒരു ഭാഗമായി മാറരുത്. സിനിമ കാണുന്ന പോലെ സിനിമയിലെ ഭാഗമായി മാറരുത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞ് പറയാം, ഇതൊരു കഥയായിരുന്നു, കഴിഞ്ഞു, തിയേറ്ററിൽ ഞാൻ മാറിപ്പോട്ടെ, ഇനി ഞാൻ ജീവിക്കട്ടെ എന്ന്. ഇതേപോലെ തന്നെയാണ് നമ്മൾ സിനിമ കണ്ടിട്ട് ഓരോരോ ലക്ഷറിയസ് ലൈഫ് കണ്ടിട്ട് അതേപോലെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാർ. സിനിമ വേറെ, അതേപോലെ തന്നെ ഓരോരുത്തരുടെ വറീസും അവരെ വറീസാണ്. ഡോണ്ട് ടേക്ക് ദാറ്റ് പേഴ്സണൽ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ തേർഡ് വൺ, വിച്ച് ഇസ് കോൾഡ് ദ സ്മോൾ കപ്പ്. ചെറിയ കപ്പിനെ കുറിച്ച് പറയാം. ലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ സ്ട്രെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അവർക്ക് സ്ട്രെസ് കൂടുതൽ എടുക്കാം, പക്ഷെ കുറച്ച് എടുക്കാൻ പറ്റും. റെസ്പോൺസിബിലിറ്റി എടുക്കാം, പക്ഷെ കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ പറ്റില്ല. കൂടുതൽ കപ്പാസിറ്റി ഇല്ല, അവർക്ക് സ്ട്രെസ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എടുക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഇസ് ഓവർവെൽം ബൈ ചേഞ്ചസ് ആൻഡ് ചാലഞ്ചസ്. പുതിയ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, സിസ്റ്റത്തിൽ പുതിയ ചേഞ്ച് വന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചേഞ്ച് വന്ന്, ഒരു പുതിയ മാനേജർ വന്ന് നിങ്ങൾ ഒരു സ്ഥലത്ത് മറ്റ് ലൊക്കേഷനിലേക്ക് മാറ്റി ചേഞ്ചുകൾ വന്നാൽ, അല്ലെങ്കിൽ ചാലഞ്ചസ് വന്ന്, പുതിയ ചാലഞ്ച്
15 പേരാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇവർ ഓവർവെൽഡ് ആയിരിക്കും, അവർക്ക് ചെയ്യാൻ പറ്റില്ല, അവരെ മൈൻഡിൻ്റെ പുറത്തായിട്ട് അവർക്ക് തോന്നില്ല. ഇങ്ങനത്തെ വ്യക്തികളാണ് നമ്പർ 3. നമ്പർ 4 ലാസ്റ്റിലേക്ക് നമ്മൾ പോവാം. ലെറ്റ്സ് സീ വാട്ട് ഇസ് ദാറ്റ്. ഹൈ കപ്പാസിറ്റി ആണ്. എന്ത് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാലും അത് ഹാൻഡിൽ ചെയ്യാൻ, ആ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, എബിലിറ്റി, അവർക്ക് അതിൻ്റെ ടാലൻറ്റ്, അതിൻ്റെ സ്കില്ല് എല്ലാം ഉള്ള വ്യക്തിയാണ് നമ്മൾ പറയാൻ പോകുന്നത് BS അല്ലെങ്കിൽ ദ ബിഗ് സ്ട്രോങ് കപ്പ്. അവർ മറ്റൊരു കപ്പാസിറ്റി വെച്ചാൽ ലീഡർഷിപ്പ് റോളിന് ഏറ്റവും പറ്റിയ, ഈ 4 ഏറ്റവും പറ്റിയത് ബിഗ് സ്ട്രോങ് കപ്പായിട്ടുള്ള ആൾക്കാർ. അവർ വളരെ സ്ട്രോങ് ആയിരിക്കും, അവർ എന്ത് ചെയ്യണമെങ്കിലും അവർ സ്ട്രോങ് ആയിരിക്കും. യു ആർ റെസ്പോൺസിബിൾ ടു ഷേപ്പ് യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഷേപ്പ് ചെയ്യാനുള്ള കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി 100% നിങ്ങളുടെ, അത് മറ്റുള്ള വ്യക്തിൻ്റെ മേലെ ഇട്ട് കൊടുക്കരുത്. യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. യുവർ പൊട്ടൻഷ്യൽ ഇസ് ബൗണ്ട്ലെസ്. അതായത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അറിയില്ല. ഇറ്റ്സ് എ ട്രഷർ, നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എത്രയെന്നുള്ളത്. ഒന്നിലെ നിങ്ങൾ അത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അറിയുള്ളൂ. അത് അറിയാത്ത പക്ഷം നിങ്ങൾ മരിക്കുന്നത് ആ ട്രഷർ കൊണ്ട്. എൻ്റെ ടീച്ചർ ലെസ് ബ്രൗൺ എപ്പോഴും പറഞ്ഞത്, ദ റിച്ചസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് ഈസ് എ സെമിറ്റേരി. സെമിറ്റേരിയിലാണ് ഏറ്റവും പണമുള്ള ആൾക്കാരുള്ളത്. കാരണം വെച്ചാൽ അവർക്ക് ഡ്രീംസ് ഉണ്ടായിരുന്നു, ഗോൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഗോളൊന്നും ഇല്ലാതെ തന്നെ അത് മരിച്ചത്. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ ഡ്രീം, നിങ്ങൾ ഗോൾസ് ആയിട്ട് നിങ്ങൾ മരിക്കരുത്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ മാക്സിമം നിങ്ങൾ എത്ര പൊട്ടൻഷ്യലാണ് നിങ്ങൾക്ക് തന്ന്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ എല്ലാം എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്കൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. നിങ്ങൾ ജീവിക്കുന്നുണ്ട്, നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ദാറ്റ് പൊട്ടൻഷ്യൽ ടു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. യു ആർ സ്ട്രോങ്ങർ ദാൻ സ്ട്രഗിൾ. നമുക്ക് എല്ലാവരും സ്ട്രഗിൾ കൂടെ പോകണം. ഒരു ആളും ജീവിതത്തിൽ സ്ട്രഗിൾ കൂടെ പോകാത്ത ഒരു വ്യക്തിയില്ല. അതൊരു പ്രസിഡന്റ് ആവാം, ഒരു പ്രൈം മിനിസ്റ്റർ ആവാം, ഇറ്റ് കുഡ് ബി എ മില്യണർ ആവാം, ബില്യണർ ആവാം. എല്ലാവരും സ്ട്രഗിൾ കൂടെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട, ആ സ്ട്രഗിളിന് മേലേക്കാണ് നമ്മൾ പോകുന്നുണ്ട്. ആ സ്ട്രഗിളിന് മേലേക്ക് നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് കൊലാപ്സ് ആവും. യു മസ്റ്റ് ഓൾവേസ് ആഡ് വാല്യൂ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് പൈസനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പൈസ എത്ര കിട്ടുന്നല്ല, നമ്മൾ ചിന്തിക്കേണ്ടത് എത്രത്തോളം വാല്യൂ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. വാല്യൂ ആഡ് അത് ഇറ്റ് കുഡ് ബി ത്രൂ യുവർ ട്രെയിനിങ്, ഓർ ഇറ്റ് കുഡ് ബി നിങ്ങൾ വിദ്യ കൊടുത്തിട്ടോ അല്ലെ അറിവ് കൊടുത്തിട്ടോ അല്ലെ ഹെൽപ്പ് ചെയ്തിട്ട് ഓരോ വ്യക്തിനോട് നിങ്ങൾ സംസാരിക്കുമ്പം അത് വാല്യൂ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ വാല്യൂബിൾ ആവണില്ലെങ്കിൽ, നിങ്ങൾ കൂടുതൽ അറിവ് നേടില്ലെങ്കിൽ എവിടെ നിന്നാണ് അറിവ് കൊടുക്കാൻ പറ്റുക? നിങ്ങൾക്ക് അറിവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അറിവ് നേടണം. എത്ര പേര് അംഗീകരിക്കേണ്ടത്? എത്ര പേര് അംഗീകരിക്കേണ്ടത്? വെരി ഗുഡ്. യുവർ ജേർണി ഇസ് യൂണിക്. നിങ്ങളുടെ ജേർണി യൂണിക്കാണ്. ഞാൻ പറഞ്ഞു, വ്യത്യസ്ത സ്ഥലത്ത് നിന്ന് കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ ജേർണി വ്യത്യാസം. നിങ്ങളുടെ ജേർണി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ ഡെസ്റ്റിനി ഏതാണെന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പെയിൻസ് എല്ലാം മനസ്സിലാക്കിയിരിക്കണം. കാരണം ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന 300 ചില ആൾക്കാർ ഓരോരുത്തരുടെ പെയിനും പ്ലഷറും എല്ലാവരുടെ എല്ലാം വ്യത്യാസമുണ്ട്. യു മസ്റ്റ് ക്രിയേറ്റ് യുവർ ഓൺ ചേഞ്ച്. നിങ്ങളാണ് ചേഞ്ച് വരുത്തേണ്ടത്. നിങ്ങൾ ചേഞ്ച് വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണോ ഇന്ന് ചെയ്തത്, എന്താണോ ഇന്നലെ ചെയ്തത്, എന്താണോ ഒരു വർഷം മുമ്പ് ചെയ്തത്, എന്താണ് 10 വർഷം മുമ്പ് ചെയ്തത്, അതേപോലെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ സെയിം പൊസിഷനിലായിരിക്കും ഇരിക്കണ്ടാവും. ഓർഗനൈസേഷനിലായിരിക്കും, സെയിം സീറ്റിലായിരിക്കും നിങ്ങൾ 5-10 വർഷം ഇരിക്കണ്ടാവും. അതേ സമയത്ത് പുതിയ വന്ന ആൾക്കാർ നിങ്ങളെക്കാളും മേലൊക്കെ പോകുന്നു. കാരണം എന്താ? നിങ്ങൾ ചേഞ്ച് ചെയ്തില്ല. പുതിയ തലമുറകൾ ചേഞ്ച് ചെയ്തിട്ടാണ് വരുന്നത്. ആ തലമുറകൾ നമ്മൾ തീർച്ചയായും റെസ്പെക്ട് ചെയ്തേ മതിയാവും. നമ്മൾ റെസ്പെക്ട് ചെയ്യില്ല. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് പുതിയ തലമുറകൾ, പുതിയ ചേഞ്ച്, പുതിയ ഇന്നോവേഷൻ, പുതിയ ടെക്നിക്, പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടൊക്കെ വരുന്നത്. നമ്മൾ ചേഞ്ച് ചെയ്യാൻ റെഡി ആവണം. നമ്മൾ ചേഞ്ച് ചെയ്യാൻ റെഡി ആയിട്ടില്ല നമ്മൾ ബാക്കോട്ടാ പോവുക. ഒരിക്കലും നമ്മൾ മുമ്പോട്ട് പോവില്ല. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് you are completely responsible for the change that you make in your life. Your dreams are treasure. നിധിയാണ്. ആ നിധി തുറക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ അടുത്തുണ്ട്. അതിന് ചാവി നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, നിങ്ങളുടെ ടാലൻറ്റ് എന്താണെന്ന് അറിയിക്കണം, നിങ്ങളുടെ സ്കിൽസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആ സ്കിൽസ് അറിയില്ലെങ്കിൽ അത് പഠിക്കുക, അതിന് ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിന് മറ്റേ ലെവലിലേക്ക് കൊണ്ടുവരിക, ഓരോ ലെവലിലേക്ക് പോവുക. എത്ര പ്രായം ഉണ്ടായാലും കുഴപ്പമില്ല. നിങ്ങൾ 50-60 വയസ്സിൽ നിങ്ങൾക്ക് ചാമ്പ്യൻ ആകാൻ പറ്റും. 65-ാമത്തെ വയസ്സിൽ ഓരോരുത്തർ ബിസിനസ് തുടങ്ങില്ല. നിങ്ങൾ ചിലർ വന്നിട്ട് പറയും, ഞാൻ 30 വയസ്സായി, എനിക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും. ബിസിനസ്സും വയസ്സും തമ്മിൽ യാതൊരു കണക്ഷൻ ഇല്ല. എല്ലാം വരുന്നത് മൈൻഡ് സെറ്റ്. ഇഫ് യു ഗോട്ട് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഇറ്റ് ഡസന്റ് മാറ്റർ വേർ യു ആർ ഇൻ യുവർ ലൈഫ്, യു ക്യാൻ റീച്ച് എനിവെയർ യു വാണ്ട് ടു. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു ബിലീവ് ഇൻ യുവർസെൽഫ്. If you don't believe, then you won't be able to reach anywhere that you want to reach. Never quit. Never ever quit. നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ട് ബാക്കിലേക്ക് പോയത്. ഞാൻ പറഞ്ഞു ബ്രേക്ക് ഡൗൺ പറഞ്ഞു, ബ്രേക്ക് ഈവൻ പറഞ്ഞു, ബ്രേക്ക് ത്രൂ ഞാൻ പറഞ്ഞു. ബ്രേക്ക് ത്രൂ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ you have to break through. അതിൽ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ you are break down. Never break down your life. Always ask, what is the challenge? What is the next step? What can I do next? നിങ്ങൾ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ
എല്ലാത്തിനും നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. യൂട്യൂബിൽ ഞാൻ ഓരോരുത്തരോട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ഞാൻ ഒരിക്കലും ഉത്തരം കൊടുക്കാറില്ല. ഓരോരുത്തരോട് ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഉത്തരമുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഓരോ വ്യക്തി, ഓരോ ലീഡറിൻ്റെ അടുത്ത് അവരുടേതായ ഉത്തരങ്ങളുണ്ട്. The only thing is that you are not asking the right question. If you ask the right question, it doesn't matter wherever you are stuck in your life, you will get the answer. The only thing is that you should never ever quit in your life. Your courage is your power. നിങ്ങളുടെ കറേജ് ആണ്. നമ്മൾ പറയും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് വരുന്നതിന് മുമ്പ് കറേജ് വേണം മക്കളെ. കറേജ് ഇല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ല. You need to have courage because courage is the first step towards action. If you don't have action, if you don't repeat the action consistently, then there is no confidence. The first the three C's, 3 C നമ്മൾ മനസ്സിലാക്കണം. Courage, consistency, and then comes confidence. Courage, consistency, then comes confidence. Courage, consistency, then comes confidence. ഇത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഓട്ടോമാറ്റിക് വരും. പക്ഷേ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കില്ല. We were born to stand out. നമ്മൾ ഓരോരുത്തരും ഇവിടെ ജനിച്ചിട്ടുള്ള സ്റ്റാൻഡ് ഔട്ടിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ആവണില്ല. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്യരുത്. You have to do different things. You have to do things differently so that people can see you and watch you and come towards you. You have to be the champion. You are the leader and you can do it. You can stand out. മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ആയി കഴിഞ്ഞാൽ ക്രൗഡിൽ ഒരാളായി മാറും. ഞാനും ഒരുപാട് കോച്ചസ് ഉണ്ട്, ഞാനും കോച്ചിങ് ചെയ്യുന്നുണ്ട്. 1000കണക്കിന് 10000കണക്കിന് ട്രെയിനേഴ്സ് ഉണ്ട്, ഞാനും ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്ന ട്രെയിനിങ് ഞാൻ ആലോചിക്കേണ്ടത് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും വ്യത്യാസ രീതിയിലായിരിക്കും ഞാൻ ചെയ്യേണ്ടത്. എത്ര പേര് അംഗീകരിക്കണം? ഞാൻ ചെയ്യുന്ന രീതി വ്യത്യാസമാണെങ്കിൽ എനിക്ക് വേറെ ആരുടെ ഓടിപ്പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ തേടി വരും. യു വിൽ കം. ഞാൻ ഇതിനെപ്പറ്റി വലുതാക്കി പറയല്ല. നിങ്ങൾക്ക് ഇതേപോലെ ആവാം. നിങ്ങളുടെ എല്ലാവരുടെ കഴിവുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. എൻ്റെ സങ്കടം വെച്ചാൽ ഇവിടെ ഉള്ള ഓരോരുത്തരും അവരെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യില്ല. നിങ്ങൾ ചോദിക്കാം, നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷ് ചിലപ്പോൾ നന്നായിരിക്കും, ഞാൻ സ്പീഡിൽ സംസാരിക്കാൻ എനിക്ക് ചിലപ്പം പറ്റുമായിരിക്കും. അത് ആ ഒരു എനർജി, ആ ഒരു സ്ട്രെങ്ത്തിനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഒരുപാട് ഏരിയാസ്, എനിക്ക് കഴിവില്ലാത്ത ഒരുപാട് ഏരിയാസ് നിങ്ങൾക്ക് കഴിവുണ്ടാവും. നിങ്ങൾ ആ കണ്ടുപിടിക്കുക. ആ പൊട്ടൻഷ്യൽ, ആ ട്രഷർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുവരിക. ഇൻ്റെ പോലെ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നെക്കാളും നന്നാവും നിങ്ങൾക്ക്. ഇന്നെക്കാളും 10-100 ഇരട്ടി നിങ്ങൾക്ക് നന്നാവും. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ശക്തി എന്താണെന്നുള്ള, നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങളുടെ എബിലിറ്റി എന്താണ്, നിങ്ങളുടെ കപ്പാസിറ്റി എന്താ, നിങ്ങളുടെ ടാലൻറ്റ് എന്താ, നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവന്നാൽ യു ബിക്കം ദ ചാമ്പ്യൻ ഓഫ് ദ ചാമ്പ്യൻസ്. യു ഡോണ്ട് ഹാവ് ടു സ്റ്റേ ബാക്ക്. യു ക്യാൻ ഓവർകം എനിത്തിങ്. എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാം. ഒരുപാട് തടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എല്ലാവരും കളിയാക്കിയിരുന്നു, ആന എന്ന് വിളിച്ചിരുന്നു, അപ്പു എന്ന് എന്നെ വിളിച്ചിരുന്നു. 1987 ഇതേ ദിവസം 37 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കരാട്ടെ ചാമ്പ്യനായ വ്യക്തിയാണ്. ഇന്നേക്ക് എക്സാക്ട്ലി നവംബർ 1 എക്സാക്ട്ലി 37 വർഷം മുമ്പ് ആ തടിയനായ വ്യക്തി ഇന്ത്യ സീനിയേഴ്സ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും തോൽപ്പിച്ചിട്ട് നാഷണലിലെ ഏറ്റവും വലിയ ചാമ്പ്യനായ വ്യക്തിയാണ് ഞാൻ. വൈ? ബിക്കോസ് ഐ വാസ് ഏബിൾ ടു ഡു ഇറ്റ്. യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. നിങ്ങൾക്കതാവാം. ആര് തന്നെ കളിയാക്കിയാലും ആര് തന്നെ എന്ത് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കാതെ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എവറിത്തിങ് ബിക്കംസ് മച്ച് മോർ ഈസി ഫോർ യു. യുവർ ഗ്രോത്ത് സ്റ്റാൻഡ്സ് വിത്ത് ആക്ഷൻ. ആക്ഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആദ്യത്തെ സെഷൻ, ആദ്യത്തെ സ്ലൈഡ് തന്നെ കാണിച്ചത് യു ഹാവ് ടു റോക്ക്. ROCK. What I said, K is action. ആക്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടിയാലും, നിങ്ങൾക്ക് നോളജ് കിട്ടിയാലും, സ്കില്ലും ടാലൻറ്റ് എന്ത് കിട്ടിയാലും ഒന്നും തന്നെ നടക്കാൻ പോലും. ചിലർ പറയും എനിക്കൊരു യൂട്യൂബർ ആവണം, ചിലർ പറയും എനിക്കൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ആവണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ എടുത്തേ മതിയാവും. ഒരുപാട് ആൾക്കാർ കളിയാക്കും, ഒരുപാട് ആൾക്കാർ നിങ്ങളെ കാല് പുൾ ചെയ്യും. All of that to blame you, to criticize you, but you should not be taking all those criticism and you have to move forward. If you want to become a champion, then you have to move forward. Build your own path. നിങ്ങളുടെ പാത നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ആരും ഉണ്ടാക്കാത്ത പാത നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രം നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ആരെങ്കിലും ഉണ്ടാക്കിയ പാത നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി അടിയാന്ന് പറയും. ഞാൻ AR റഹ്മാൻ പാടുന്ന പോലെ ഞാൻ പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ പറയും നിങ്ങൾ AR റഹ്മാനെ കോപ്പി അടിക്കുമെന്ന് പറയും. അത് ഷാറുഖ് ഖാൻ്റെ പോലെ ആക്ട് ചെയ്ത് എല്ലാവരും പറയും നിങ്ങൾ ഷാറുഖ് ഖാൻ്റെ കോപ്പി. ഒരിക്കലും ഒരാളുടെ കോപ്പി അടിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പഠിക്കാം, ഒരാളിരുന്ന് പഠിക്കാം, 2 ആൾക്കാരിരുന്ന് പഠിക്കാം, 10 ആൾക്കാരിരുന്ന് പഠിക്കാം. പക്ഷേ അത് നിങ്ങൾ MM എന്ന് ചെയ്യണം. എല്ലാവരും ടൈപ്പ് MM. യു ഹാവ് ടു മോഡൽ ആൻഡ് മോഡിഫൈ. MM. യു മോഡൽ ആൻഡ് മോഡിഫൈ. നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത് കോപ്പി അടിക്കാം. പക്ഷേ ഫാറൂഖ് സെൻസായി പറയുന്ന പോലെ ഒരിക്കലും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അത് കേട്ട് കഴിഞ്ഞാൽ ഇത് കോപ്പി അടിയാടോ, ഫാറൂഖിൻ്റെ കോപ്പി അടിയാന്ന് പറയും. അങ്ങനെ ചെയ്യരുത്. കോപ്പി അടിച്ചോ, പക്ഷേ അത് നിങ്ങളെ സ്റ്റൈലാക്കി മാറ്റുക. അതിനാണ് MM എന്ന് പറയുന്നത്. യു മോഡിഫൈ ആൻഡ് യു മോഡൽ ആൻഡ് മോഡിഫൈ. ഷേപ്പ് യുവർ സക്സസ്. നിങ്ങളുടെ സക്സസ് നിങ്ങൾ എന്താണ് നിങ്ങൾ തീരുമാനിക്കാം. പണക്കാരനാണോ, ഹെൽത്തി ആണോ, റിച്ച് ആണോ, ഗുഡ് റിലേഷൻഷിപ്പ് ആണോ, എന്താണ് നിങ്ങളുടെ സക്സസ് നിങ്ങൾ ഷേപ്പ് ചെയ്യുക. അല്ലാതെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞ പോലെ നിങ്ങൾ സക്സസിനെ ഡിഫൈൻ ചെയ്ത് ഞാൻ മോട്ടിവേഷൻ സ്പീക്കറല്ല, ഞാൻ മോട്ടിവേഷൻ സ്പീക്കറല്ല, ഞാൻ മോട്ടിവേഷൻ സ്പീക്കറല്ല. അതേപോലെ തന്നെ റിയാസ് ഹക്കീം ഒരു മോട്ടിവേഷൻ സ്പീക്കറല്ല, മോട്ടിവേഷൻ സ്പീക്കറല്ല അല്ല. ഞങ്ങൾ കോച്ചസ് ആണ്. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ പൊട്ടൻഷ്യൽ നിങ്ങളാണ് വളർത്തേണ്ടത്. ഞാൻ പറയുന്നത് ഒന്നും കേൾക്കാൻ പാടില്ല, ഞാൻ പറയുന്നത് ഒന്നും ഫോളോ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കഴിവിനെ കണ്ടുപിടിക്കുക. അല്ല ഞാൻ പറയാൻ നിങ്ങൾ അതിൽ നല്ലതാണ്, ഇതിൽ നല്ലതാണ്, എനിക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വെച്ചാൽ ഇറ്റ്സ് ഓൾ
ക്രാപ്പ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് 4 ചാട്ടം ചാടിക്കഴിഞ്ഞാൽ ചാടാൻ പോകണില്ല, നിങ്ങൾ എവിടെ എത്താൻ പോകണില്ല. തീ വായിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ചാമ്പ്യൻ ആകാൻ പോകണില്ല. പൊട്ടിയ കണ്ണാടിൻ്റെ മേലെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചാമ്പ്യൻ ആകാൻ പോകണില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരുപാട് കുപ്പി കഷ്ണങ്ങളും തീൻ്റെ മേലെ കൂടെ നടന്നാൽ അത് മാത്രം നടക്കുള്ളൂ. നിങ്ങൾക്ക് ചാമ്പ്യൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഏതാണ്. ലോജിക്കായിട്ട് ചിന്തിക്കുക മക്കളെ, നിങ്ങൾ ലോജിക്കായിട്ട് ചിന്തിക്കുക. വാട്ട് ഈസ് ദറ്റ് ഏരിയ? നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ നന്നാവണമെന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. നിങ്ങൾക്ക് വേറെ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യണം, അത് പഠിക്കുക. അല്ലാതെ വെറുതെ തീൻ്റെ മേലെ നടന്നിട്ട് ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷേ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ എവിടെയാണ് എത്തിപ്പെടുന്നത്, അത് ഒരിക്കലും എത്താൻ പറ്റാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾക്ക് എല്ലാവർക്കും ടാലൻ്റ് ഉണ്ട്, 30% ടാലൻ്റ് ഉണ്ട്. പക്ഷേ 30%ത്തിന് 100% ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എന്ത് ടാലൻറ്റാണ് നിങ്ങൾക്കുണ്ട് അതിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അല്ല വേറെ അതിനോട് ചെയ്യാത്ത ഫോക്കസ് ചെയ്യരുത്. യു ഹാവ് ടു ഐഡൻറ്റിഫൈ നിങ്ങൾക്ക് എവിടെ എത്തണം എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനെ നമ്മൾ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഹാവ് ദ ഗോൾ, വെരി സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിനെന്ത് സ്കില്ലാണ് വേണ്ടത്, അതിനെന്ത് ടാലൻറ്റാണ് വേണ്ടത് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിനാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. യു ആർ യുവർ ഗ്രേറ്റസ്റ്റ് അസറ്റ്. നിങ്ങൾ അസറ്റാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ അറിയില്ല. യു ആർ ദ ബിഗ്ഗസ്റ്റ് അസറ്റ് ഇൻ യുവർ ലൈഫ്. നിങ്ങളൊരു അസറ്റാണ്. അത് നഷ്ടപ്പെടുത്തി നമ്മളെല്ലാവരും ജീവിക്കണം 20-40. ഇന്നലേക്ക് ഞാൻ കേട്ടു രണ്ട് പ്രായം കുറഞ്ഞ ആൾക്കാരാണ് കാലിക്കറ്റ് ജോണ്ടിസ് ആയിട്ട് മഞ്ഞപ്പിത്തായിട്ട് മരിച്ചത്. നല്ല ബിസിനസ്മാൻമാർ. നമുക്കറിയില്ല ഇന്ന് ഞാൻ ജീവിക്കോ നാളെ നിങ്ങൾ ജീവിക്കോ, നമുക്ക് ആർക്കും അറിയില്ല. ഈ ജീവിതകാലമാണ് നമ്മളെ അസറ്റ്. ഈ ഒരു സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ ട്രെയിനിങ്സ് ഒക്കെ ഫ്രീ ആണ്. നമ്മൾ HH വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻസ് ഹബിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ട്രെയിനിങ് ഫ്രീ ആണ്. അതല്ല ഞാനിപ്പോൾ എൻ്റെ ലെഡ്ജ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ കുറഞ്ഞ ഫീസ്. നമ്മൾ ലീഡർഷിപ്പ് ഒരു വർഷത്തെ ലീഡർഷിപ്പിന് 12,000 രൂപ വാങ്ങിക്കണുള്ളൂ. അതായത് 1,20,000 രൂപേൻ്റെ സാധാരണ കോഴ്സ് പോലും ഞങ്ങൾ 12,000 കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ അസറ്റ് ഉണ്ട്. യു ആർ ദ ഗ്രേറ്റസ്റ്റ് അസറ്റ്. യു ഹാവ് ടു ആസ്ക് ഹൂ യു ആർ. അപ്പോൾ നിങ്ങൾ HH ചേരാത്ത വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ഹ്യൂമൻസ് ഹബിൽ ചേരാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ചേരുക. ബിക്കോസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. കാരണം നിങ്ങളിലുള്ള ഓരോരുത്തരുള്ള കഴിവിനെയും പൊട്ടൻഷ്യലിനെയാണ് ഞങ്ങൾ സഹായിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാൻ പറ്റും ലീഡർ ഇസ്മായിൽ ദഷേർ. നിങ്ങൾ പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ ആരൊക്കെയാണോ ഇതിൽ പങ്കെടുക്കാത്ത വ്യക്തികൾ, ആരൊക്കെയാണോ HH മെമ്പറാകാത്ത വ്യക്തി, ഒരു പൈസ വേണ്ട ഞങ്ങൾക്ക്. ഞങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരു സാധനം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യും. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഒന്നും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാനും എക്സ്പെക്ട് ചെയ്യുന്നില്ല, റിയാസ് ഹക്കീമും എക്സ്പെക്ട് ചെയ്യും. ഞങ്ങൾ ആകെ എക്സ്പെക്ട് ചെയ്യണം നിങ്ങൾ മാറണം. നിങ്ങളായിരിക്കണം നാളത്തെ നേതാക്കന്മാരാവേണ്ടത്. ഇതൊരു മോട്ടിവേഷൻ സ്പീച്ച് അല്ല, മനസ്സിലാക്കി. എനിക്ക് മോട്ടിവേഷൻ അറിയില്ല, സ്പീച്ചും എനിക്കറിയില്ല, ഞാൻ പൊളിറ്റീഷ്യനും അല്ല. നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ ഫോളോ ചെയ്യരുത്. നിങ്ങൾ ലീഡറാവുക, അതാണ് ഞങ്ങൾ സന്തോഷം. നാളെ കാണുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു ഇന്ന ആൾ ഞങ്ങളടുത്ത് പഠിച്ചു പോയ വ്യക്തിയാണ് സന്തോഷത്തോടു കൂടി പറയാൻ പറ്റുന്നത് നമുക്ക്. അല്ലാതെ ഞങ്ങളെ ഫോളോവേഴ്സാണ് ഞങ്ങളെ പിന്നാലെ നടക്കണ്ട. ഞങ്ങൾക്കത് ആവശ്യമില്ല. ഞങ്ങളൊന്നും തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് തരുന്നത്. കം ആൻഡ് ജോയിൻ. അത് ലീഡർ ഇസ്മായിൽ, അത് ലിങ്ക് ഷെയർ ആൻഡ് ഗോ ആൻഡ് ടേക്ക് ദാറ്റ്. യുവർ ചോയ്സ് ഡിഫൈൻസ് യുവർ ഫ്യൂച്ചർ. നിങ്ങൾ ഏത് പാതയാണ് സെലക്ട് ചെയ്യുന്നത് അതാണ് നിങ്ങളെ തീരുമാനം. അതാണ് നിങ്ങളെ ഫ്യൂച്ചറിനെ നയിക്കുക. നിങ്ങൾക്ക് കള്ളുടിക്കാം, നിങ്ങൾക്ക് ആൽക്കഹോളിൽ പോകാം, നിങ്ങൾക്ക് ഡ്രഗിൻ്റെ അടുത്ത് പോകാം, നിങ്ങൾക്ക് ഗെയിമിൻ്റെ ബാക്കിൽ നിങ്ങൾ ടൈം കളയാം, സിനിമേൻ്റെ ബാക്കിൽ പോകാം, എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. അതേസമയത്ത് നിങ്ങൾക്ക് ലീഡർഷിപ്പ് വളർത്തണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. നിങ്ങൾക്ക് ട്രെയിനിങ്ങിന് പോകാം, ഡെവലപ്പ് ചെയ്യാം, പേഴ്സണൽ ഡെവലപ്പ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ അടുത്താണ്. നിങ്ങളാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ചോയ്സ്. യു ഹാവ് ഗോട്ട് ദ ഫ്രീഡം ഓഫ് ചോയ്സ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഫ്രീഡം നിങ്ങളുടെ അടുത്തുണ്ട്. ഫ്രീഡം ഓഫ് മണി നിങ്ങളുടെ അടുത്തുണ്ട്, ഫ്രീഡം ഓഫ് ടൈം നിങ്ങളുടെ അടുത്തുണ്ട്, ഫ്രീഡം ഓഫ് സ്പേസ് ലൊക്കേഷൻ നിങ്ങളുടെ അടുത്തുണ്ട്, ഫ്രീഡം ഓഫ് പർപ്പസ് നിങ്ങളുടെ അടുത്തുണ്ട്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. ഫ്രീഡം ഓഫ് ചോയ്സ് ഉള്ള ഒരേ ഒരു ക്രീച്ചർ ലോകത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഒരേ ഒരു ക്രീച്ചറുള്ള ഹ്യൂമൻ ബീങ് ആണ് ഞാനും നിങ്ങളുമാണ്. അല്ലാതെ മൃഗങ്ങൾക്കില്ല, അതേപോലെ ഒരു കിളികൾക്കില്ല, മൃഗങ്ങൾക്കില്ല, ഒരു പ്ലാന്റ്സിനൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള ആ കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. നാളെ നമ്മളോട് ചോദിക്കണം ഇത്രയെല്ലാം തന്നിട്ട് നിങ്ങൾ അത് ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സങ്കടം പറയാൻ നിങ്ങൾ ഉത്തരം ഉണ്ടായിരിക്കണം. യു ഹാവ് ടു ഡിഫൈൻ യുവർ ഫ്യൂച്ചർ. ഇന്ന് നിങ്ങൾ പാവപ്പെട്ട ഒരു വീട്ടിലാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ നാളെ മരിക്കുമ്പോൾ നിങ്ങൾ അതേ പാവപ്പെട്ട ഒരു മൈൻഡ് സെറ്റോട്, പാവപ്പെട്ട് ഞാൻ ഫിനാൻഷ്യലി ഇവിടെ പറയില്ല, അതേപോലെ മൈൻഡ് സെറ്റോട് നിങ്ങൾ മരിക്കണം. അതിന് കംപ്ലീറ്റ് ഉത്തരവാദിത്തം നിങ്ങളാണ്. ഇഫ് യു ആർ ബോൺ ഇൻ എ പുവർ ഫാമിലി വിത്ത് എ പുവർ മൈൻഡ് സെറ്റ് ആൻഡ് ടുമോറോ വൈൽ യു ഡൈ, if you die with dignity and if you die with it, I'm not talking about money over here, nothing with finance, but if you die with dignity and if you say that I have changed people's life around the world, then you are a champion, you are a leader, and that's what we want from you. You are stronger than yesterday. നിങ്ങൾ ഇന്നലെ തന്നെ കാണും സ്ട്രോങ് ആണ് ഇന്ന്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതേപോലെ ഇന്നലത്തെ പോലത്തെ വ്യക്തിയാണ് ഇന്നെങ്കിൽ you are the same crap. Don't be the crap. I want you to change, and that's why people like me and Riyaz Hakim are here to help you so that you can step forward. That's what we want to do. You have to hold your key. You have got the key with you.
ഗ്രോത്തിൻ്റെ, ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ, പ്രോഗ്രസിൻ്റെ കീ അല്ലെങ്കിൽ ചാവി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓരോ പൂട്ടിനും അതിൻ്റെതായ ചാവി ഉള്ളതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരത്തും ചാവിയുണ്ട്. ആ ചാവി നമ്മൾ മനസ്സിലാക്കില്ല. ആ ചാവി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ആ ചാവി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കിൽസാണ്. ആ ചാവി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടാലൻ്റാണ്. ആ ടാലൻറ്റിനെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. യുവർ മൈൻഡ് സെറ്റ് ഷേപ്സ് എവറിത്തിങ്. നിങ്ങൾ പുവർ ആണെങ്കിൽ വേണ്ടില്ല, നിങ്ങൾ കംപ്ലീറ്റ് ബ്രോക്ക് ആണെങ്കിൽ വേണ്ടില്ല, സാമ്പത്തികമായിട്ട് കടമുള്ള വ്യക്തിയാണെങ്കിൽ വേണ്ടില്ല, നിങ്ങൾ ബിസിനസ് പൊളിഞ്ഞ ആളാണെങ്കിലും വേണ്ടില്ല. പക്ഷെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് സ്ട്രോങ് ആണെങ്കിൽ എന്ത് തന്നെ പൊളിഞ്ഞാലും ആര് തന്നെ എന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനൊക്കെ നേരിട്ടിട്ട് നാളത്തെ ചാമ്പ്യന്മാരായി മാറും. യു ആർ ദ കപ്പാസിറ്റി, യു ആർ കേപ്പബിൾ ഫോർ ഗ്രേറ്റ്നസ്. ഏറ്റവും നല്ല നേതാക്കന്മാരായിട്ടുള്ള ഗ്രേറ്റ്നസിൻ്റെ നിങ്ങൾക്ക് എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം. പണമില്ലാതെ തന്നെ നിങ്ങൾക്ക് എത്രയോ നല്ല നല്ല കാര്യം ചെയ്യാം. എത്രയോ ജീവിതം നിങ്ങൾക്ക് മാറ്റാം. പണത്തിൻ്റെ ബാക്കിൽ മാത്രം പോയത് മക്കളെ, നിങ്ങൾ ചോദിക്കുക, യു വാണ്ട് മണി, പണം വേണം. പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണത്തിൻ്റെ ബാക്കിലല്ല പോയത്. നിങ്ങളെ കപ്പാസിറ്റി വളർത്തിയിട്ട് നിങ്ങൾക്ക് പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കിയേ മതിയാവും. ആ പണം കൊണ്ട് എത്രയോ നല്ല നല്ല കാര്യം ചെയ്യാം. ചാരിറ്റി ആയിട്ട് ചെയ്യാം. എത്ര പേര് അധ്വാനിക്കാൻ പറ്റാത്ത പ്രായമുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ നിങ്ങൾക്ക് ഗ്രേറ്റ്നസ് ചെയ്യാം. ആ ഗ്രേറ്റ്നസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലീഡർഷിപ്പ് നിങ്ങൾ വളർത്തിയാൽ മതിയാവും. യുവർ ജേർണി ഈസ് യുവർ പവർ. നിങ്ങളെ ജേർണിയാണ് നിങ്ങളുടെ പവർ. നിങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ള ആൾക്കാർ കണ്ട് പഠിക്കണം. അതേപോലെ അവരും അവരുടെ ഒരു ജേർണി അവർ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ നിങ്ങളെ ബാക്കിലേക്ക് വരെയല്ല. നിങ്ങൾ ഫോളോവേഴ്സിനല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ ഫോളോവേഴ്സിനല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. യുവർ ജേർണി ഈസ് യുവർ പവർ. യു ഹാവ് ടു ഷോ ദം ദ ലൈറ്റ്. നിങ്ങളാണ് അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടത്. ആ വെളിച്ചം കാണിച്ചു കൊടുത്താൽ അവർ അവരുടേതായ വെളിച്ചം അവരതിന് കത്തിച്ചെടുക്കട്ടെ. നിങ്ങളൊരു ബാറ്റൺ സ്റ്റിക്ക് മാറ്റുന്നത് പോലെ, നമ്മളൊരു ലെഗസി മാറ്റുന്നത് പോലെ, നമ്മളെ മക്കൾക്ക് നമ്മളെ പ്രോപ്പർട്ടി കൊടുക്കുന്നത് പോലെ, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച നാളെ നിങ്ങൾക്ക് ഇത് പോയി പഠിപ്പിക്കാം. ആ പവറാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ പവറാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. ജോയിൻ ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ HHൽ പോയി ജോയിൻ ചെയ്യുക. ഇറ്റ്സ് ആബ്സൊല്യൂട്ട്ലി ഫ്രീ. ലീഡർ ഇസ്മായിൽ, ഷെയർ ദ ലിങ്ക് പ്ലീസ്. യു സെറ്റ് യുവർ ഓൺ ലിമിറ്റേഷൻ. എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലിമിറ്റേഷൻ നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യണം. വേറെ ആരും അല്ല പറഞ്ഞ് എനിക്കത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, എനിക്കത് പ്രയാസമെന്ന് പറഞ്ഞ് നിങ്ങളാണ്. നിങ്ങൾ സോഫ്റ്റ് കപ്പായിട്ട് മാറരുത്, നിങ്ങൾ സ്മോൾ കപ്പായിട്ട് മാറരുത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് എനിക്കെങ്ങനെ ഒരു ബിഗ് സ്ട്രോങ് കപ്പായിട്ട് മാറാൻ പറ്റും. ഹൗ കൻ ഐ ബിക്കം ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ഞാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ ഞാൻ പോയി പഠിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചസിന്, വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോച്ചസിനെ പോയിട്ട് പഠിക്കുക. അമേരിക്കയിൽ പോയിട്ട് ലെസ് ബ്രൗൻ്റെ അടുത്ത്, ഏറ്റവും നല്ല മോട്ടിവേഷൻ സ്പീക്കർ ലെസ് ബ്രൗൻ്റെ അടുത്ത്, അതേപോലെ ജോൺ സി മാക്സ്വെല്ലിൻ്റെ അടുത്തൊക്കെ പോയി പഠിക്കാൻ. കാരണം എന്താ? എനിക്ക് ഏറ്റവും നല്ലത് കിട്ടിയാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് നല്ലത് തരാൻ പറ്റുള്ളൂ. യു ബി ദ ബിഗ്ഗസ്റ്റ് മോട്ടിവേറ്റർ. നിങ്ങൾ തന്നെ ഏറ്റവും നല്ല മോട്ടിവേറ്റർ ആവണം. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ആർക്കും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു മോട്ടിവേറ്റർ സ്പീക്കറിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. യു ബിക്കം ദ ബെസ്റ്റ് മോട്ടിവേറ്റർ. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയാം, ഐ ക്യാൻ ഡു ദ ബെസ്റ്റ്. നിങ്ങൾ അത് അഫർമേഷൻ എന്ന രീതിയിലായാലും FMT whatever it is, നിങ്ങൾ എന്ത് വേണം ചെയ്താലും കുഴപ്പമില്ല. യു ഹാവ് ടു ബി യുവർ ഗ്രേറ്റസ്റ്റ് മോട്ടിവേറ്റേഴ്സ്. ലെറ്റ് യുവർ ഡ്രീംസ് ഫ്യൂൽ യുവർ ഡ്രൈവ്. നിങ്ങൾക്ക് ഡ്രീം ഉണ്ടായിരിക്കും. ഡ്രീം ഇല്ലാത്തവർക്ക് ഗോൾ ഇല്ലാത്തവർക്ക് ആക്ഷൻ ഇല്ലാത്തവർക്ക് ലൈഫ് ഇല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആണ്. Once again I repeat, if you don't have dreams, you don't have goals. If you don't have goals, you don't have action. If you don't have action, there is nothing that you can do in your life. If you want to have the drive in your life, you must be having the dream. You are built to succeed. നിങ്ങൾ ജനിച്ചത് തന്നെ നിങ്ങൾ സക്സീഡ് ആവാൻ വേണ്ടി, ജനിച്ചത് തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. ആ സക്സസ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. ഓരോരോ ഒബ്സ്റ്റക്കിൾ വരുമ്പം നിങ്ങൾ ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഒബ്സ്റ്റക്കിൾ വരുമ്പം ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓരോ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്കംസ് ഉണ്ട്. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓരോ ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓരോ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്കം കിട്ടും. ഓരോരോ ഔട്ട്കം വ്യത്യാസമായിരിക്കണം. ഒരു ഒബ്സ്റ്റക്കിളിനെ കണ്ടിട്ട് അത് തോറ്റിട്ട് ഒരു ചെറിയ കപ്പിൻ്റെ പോലെ ബാക്കിൽ നിൽക്കല്ല വേണ്ട. യു ഹാവ് ടു പാസ് ത്രൂ ഇറ്റ്. You have to break through so that you can get new opportunities, and new opportunities will bring you new outcomes. Your persistence leads the way. നിങ്ങൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പം അത് 5 വർഷം എടുക്കും, ചിലപ്പോൾ 10 വർഷം എടുക്കും ജീവിക്കാൻ. എൻ്റെ ബിസിനസ്സുകളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പൊളിഞ്ഞിട്ട് ഞാൻ അതേപോലെ നിന്നിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്ന ബിസിനസ് എൻ്റെ അടുത്തുണ്ട്. ഒരുപാട് ഇൻകം ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാനൊരു ബിസിനസ് മാൻ ആണോ അല്ലെ ഓൺടർപ്രണർ ആണെന്ന് കുറേ ആൾക്കാർക്ക് അറിയില്ല. എല്ലാവർക്കും അറിയുന്നത് നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ട്രെയിനർ, ഒരു കോച്ച് മാത്രമാണ്. പക്ഷേ എൻ്റെ ബാക്കിൽ ഒരുപാട് ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സൊക്കെ ആദ്യഘട്ടത്തിൽ പൊളിഞ്ഞ ബിസിനസ്സാണ്. പക്ഷേ അതേ സമയത്ത് അതിന് പിടിച്ച് നിർത്തി നല്ല മാനേജ്മെൻറ്റ് കൊടുത്തിട്ട് അതിനെ സക്സസ്ഫുൾ ആക്കി ഒരുപാട് ഇൻകം ടാക്സ് കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. ബി യുവർ ഓൺ ഇൻസ്പിറേഷൻ. നിങ്ങൾ തന്നെ നിങ്ങളെ ഇൻസ്പിറേഷൻ ആവണം. നിങ്ങൾ തന്നെ എൻ്റെ റോൾ മോഡൽ ആവണം. നിങ്ങളെ കണ്ടിട്ട് നിങ്ങളെ മക്കൾ പറഞ്ഞു, പപ്പ നിങ്ങളെ പോലെ എനിക്കാവണം. നിങ്ങളെ മക്കൾ പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, പപ്പ നിങ്ങളെ പോലത്തെ ഹസ്ബൻഡ് എനിക്ക് കിട്ടണം. എത്ര പേര് അത് അംഗീകരിക്കുന്നുണ്ട്? നിങ്ങളെ പെൺകുട്ടികൾ നിങ്ങളെ കണ്ടിട്ട്, അച്ഛന്മാരെ കണ്ടിട്ട്
കണ്ടിട്ട് പറയും, നാളെ അച്ഛാ നിങ്ങളെ പോലത്തെ ഹസ്ബൻഡാണ് എനിക്ക് വേണ്ടത്. അമ്മമാരെ കണ്ടിട്ട് പഠിക്കുക. യു ഹാവ് ടു ബി ദ ഇൻസ്പിറേഷൻ. നിങ്ങളെ മക്കൾക്ക്, നിങ്ങളെ വൈഫിന്, നിങ്ങളെ ഹസ്ബൻഡ്, നിങ്ങളുടെ ടീമിന്, നിങ്ങളുടെ ലീഡേഴ്സ്, നിങ്ങളുടെ സപ്പോർട്ടിനേറ്റ്സിന് എല്ലാവർക്കും നിങ്ങൾ ഇൻസ്പിറേഷൻ ആയിരിക്കും. യുവർ ആക്ഷൻ മേക്സ് ദ ഡിഫറൻസ്. ആക്ഷൻ ഇല്ലെങ്കിൽ ഒന്നും തന്നെ നടക്കാൻ പോകില്ല. ഒരുപാട് സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല, ഒരുപാട് ഗോൾസ് കണ്ടിട്ട് കാര്യമില്ല. അതൊക്കെ മനസ്സിലിരുന്നാൽ ഒരു സിനിമ കാണുന്ന പോലെ മാത്രമേ ഉള്ളൂ. അതിന് ആക്ഷൻ എടുക്കണം. ആക്ഷൻ മാത്രമേ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വൈ വെയിറ്റ് ഫോർ ടുമോറോ? നാൾക്കേൾക്ക് എന്തിനാ വെയിറ്റ് ചെയ്യണം? എന്തിനാ മറ്റന്നാൾക്കേൾക്ക്? എന്തിനാ അടുത്ത ആഴ്ചകൾക്ക് വെയിറ്റ് ചെയ്യണം? അതല്ല വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ആക്ഷൻ എടുക്കണം. ഇപ്പോൾ ആക്ഷൻ എടുക്കാം. എന്നാലേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ആക്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ജയിക്കാൻ പറ്റില്ല. താങ്ക് യു.